നമ്മൾ വിശ്വാസ ജീവിതം എങ്ങനെ ആണ് ജീവിക്കുന്നത് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്നലെ വരെയും നമ്മൾ സംസാരിച്ച് നിർത്തിയത് എങ്ങനെയാണ് പഴയ ജീവിതത്തെ വിട്ട് പുതിയതിലേക്ക് വിശ്വാസത്താൽ കടക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ജഡജീവിതം, നമ്മുടെ തന്നെ കഴിവ് കൊണ്ടുള്ള ലൈഫ്, നമ്മുടെ തന്നെ അസറ്റ് കൊണ്ടുള്ള ജീവിതം, നമ്മുടെ ബുദ്ധി, നമ്മുടെ തിരിച്ചറിവ്, നമ്മൾ പഠിച്ച പാഠങ്ങൾ, നമ്മുടെ വൈകാരികമായ സെറ്റപ്പ്, നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, ഇങ്ങനെ വെച്ചുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ജീവിക്കുന്നത്, വിശ്വാസത്താലല്ല. അപ്പോൾ നമ്മുടെ തന്നെ അസറ്റ് വെച്ച് ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് കർത്താവ് പറയുന്നത് ഇതിനെല്ലാം ത്യജിക്കാതെ നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ളതിനെ നോക്കി ജീവിക്കുന്നതല്ല. അത് പൈസയായാലും നമ്മുടെ സ്വഭാവമായാലും നമ്മുടെ ബുദ്ധിയായാലും ഓർമ്മയായാലും കഴിവായാലും മാനേജ്മെന്റ് സ്കിൽസ് ആയാലും ഇതൊന്നും വെച്ചല്ല നമ്മൾ കർത്താവിൻ്റെ വിശ്വാസത്താലുള്ള ജീവിതം ജീവിക്കുന്നത്. അപ്പോൾ കർത്താവ് പറയുന്നത് ഇങ്ങനെയുള്ള നിങ്ങളുടെ ചെറിയ ചെറിയ അസറ്റ്, അതായത് നിങ്ങൾക്കൊരു നല്ല ജീവിതം നയിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ വീട് വെക്കാൻ പറ്റുന്ന, ഗോപുരം പണിയാൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ വലിയൊരു ശത്രുവിനെ തോൽപ്പിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അസറ്റുകൾ, ഈ അസറ്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. യു നീഡ് ടു അബാൻഡൺ ദോസ് അസറ്റ്സ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ദൈവം നമ്മളെ കാണിച്ചു തരുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കാണിച്ചു തരുന്ന ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ, പരിജ്ഞാനം, അത് കർത്താവ് എങ്ങനെ ചെയ്യുമായിരുന്നു, എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ ഉള്ളിൽ പരിജ്ഞാനമായി പ്രകാശിക്കുമ്പോൾ പൗലോസ് പറയുന്ന പോലെ ലോകത്തിൽ ഒരു ബന്ധമോ അല്ലെങ്കിൽ എനിക്ക് എന്നോട് തന്നെയുള്ള സ്നേഹമോ എൻ്റെ അസറ്റിന്മേലുള്ള ഡിപ്പെൻഡൻസ് ഒന്നും എന്നെ ഭയപ്പെടുത്താൻ പാടില്ല. ഐ നീഡ് ടു ക്രോസ് ദാറ്റ് ബാരിയർ ആൻഡ് എക്സ്പീരിയൻസ് ക്രൈസ്റ്റ്. അതിന് ഒരു ക്രൂശാണ് ദൈവം വയ്ക്കുന്നതെങ്കിലും ദാറ്റ് ക്രൂസ് ഈസ് വെൽക്കം, ദാറ്റ് ക്രോസ് ഈസ് വെൽക്കം എന്നുള്ളതാണ്. അതായത് ക്രിസ്തുവിൻ്റെ വിശ്വാസത്താലുള്ള ജീവിതത്തിന് അത്രയും പവറുണ്ട്. ഇറ്റ്സ് എ പവർഫുൾ ലൈഫ്, വെരി പവർഫുൾ ലൈഫ്. അതായത് നമ്മൾ അനേകം വിശ്വാസ വീരന്മാരെ കാണുന്ന പഴയ കാലത്ത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, അനേകം വിശ്വാസ വീരന്മാരുണ്ടായിരുന്ന ആ പഴയ കാലത്ത് ഈ വേദന സഹിക്കാനും കഷ്ടമനുഭവിക്കാനും കർത്താവിൻ്റെ പരിജ്ഞാനത്തെ പ്രതി സകലതിനെ ഉപേക്ഷിക്കാനുമുള്ള, മരണത്തിന് ഏൽപ്പിക്കാനുമുള്ള ആ ഒരു പവർ, അതിനുള്ള അധികാരം, അതിനുള്ള ധൈര്യം ആ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആലോചിക്കായിരുന്നു, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എന്ത് വളരെ ആഴമായ കമ്മിറ്റ്മെൻ്റ് ആണ് പഴയ കാലത്ത് ഈ മിഷണറിമാർ വരുമ്പോൾ അവർ ചെയ്ത്. They abandoned almost everything. They didn't know whether they would be able to see their family again. അവർ വിട്ടു പോവുകയാണ്, എല്ലാം വിട്ടിട്ടാണ് കർത്താവിൻ്റെ മിഷന് വേണ്ടി പല സ്ഥലത്തും ഇറങ്ങിപ്പോയിട്ടുള്ളത്. സോ അത് എന്തുകൊണ്ടാണ് സാധിക്കുന്നത്? ബിക്കോസ് ദേ ആർ നോട്ട് ലിവിങ് ദെയർ ഓൾഡ് ലൈഫ്സ്. നമ്മുടെ പഴയ ആ ഒരു അസറ്റ് വെച്ച്, പഴയ ഒരു കഴിവ് വെച്ച്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ എബിലിറ്റി വെച്ചല്ല അവർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ചർച്ചിനെ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ദൈവികമായ പരിജ്ഞാനം പോലും ഈസ് ഓൺലി അവൈലബിൾ ഇൻ ദ ബൈബിൾ സ്കൂൾസ് എന്നുള്ളതാണ്, ബൈബിൾ കോളേജസ്. ദൈവത്തിൻ്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് ആസ് മച്ച് ആസ് യു ആർ ടോട്ട് ഇൻ ദ ബൈബിൾ കോളേജ്. അത് മാത്രമല്ല, നമ്മൾ പ്രസംഗിക്കുവാണെങ്കിലും ഈ ഇൻഫർമേഷൻ്റെ ഡിസമിനേഷനാണ് നടക്കുന്നത്. ശരിക്കും കൃപാവരങ്ങളുടെ പകർച്ചയല്ല. അതൊരു ഭയങ്കര അപകടകരമായ സ്ഥിതി തന്നെയാണ്. ഒരു കൃപാവരങ്ങളുടെ പകർച്ചയിലേക്ക് ഇത് നടക്കേണ്ടത് ആവശ്യമാണ്. വി നീഡ് ടു എക്സ്പീരിയൻസ് ദ ഗിഫ്റ്റ്സ് ഓഫ് ഗോഡ്. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മളെ ശുശ്രൂഷയിലേക്ക് നയിക്കുന്നത്, ശുശ്രൂഷ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ അസറ്റ് വെച്ചുള്ള പരിപാടികളായിട്ട് മാറും. നമ്മുടെ അസറ്റ് വെച്ചുള്ള, നമ്മുടെ ബുദ്ധി വെച്ചുള്ള, പണ്ട് എന്നോടൊരാൾ പറഞ്ഞതാണ്, 15 മണിക്കൂർ പല പുസ്തകങ്ങളൊക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുന്നത്. എനിക്ക് ഭയങ്കര വേദന അത് ഇപ്പോഴും ഓർക്കുമ്പോഴുണ്ട്. ഈ മുമ്പിരിക്കുന്ന ആൾക്കാർ ആരെല്ലാം എഴുതിയ കഥകൾ കേൾക്കണം, ഏതെല്ലാം മനുഷ്യരുടെ ആലോചനകൾ കേൾക്കണം, ഈ വചനത്തിൻ്റെ പ്യൂരിറ്റിയുടെ വെളിയിൽ എത്രയോ കാര്യങ്ങൾ അവർ സത്യമെന്ന് വിചാരിച്ച് വിഴുങ്ങേണ്ടി വരുന്നു. സോ ഇറ്റ്സ് മോസ്റ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ഹ്യൂമൻ എബിലിറ്റി ആൻഡ് ഇൻ്റലിജൻസ്. അപ്പോൾ ദൈവികമായ ആ ദൈവത്തിൻ്റെ പരിജ്ഞാനമല്ലാതെ, ക്രിസ്തുവിൻ്റെ അസറ്റ് അല്ലാതെ, മാനുഷികമായ അസറ്റ് വെച്ച് ജീവിക്കുന്ന ജീവിതത്തെയാണ് നമ്മൾ കാഴ്ചയാലുള്ള ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈവൻ ഫിനാൻഷ്യൽ അസറ്റ് ആയാലും നമ്മുടെ ഏത് തരത്തിലുള്ള ഹ്യൂമൻ അസറ്റും അത് വെച്ചുള്ള ലൈഫ്, അതായത് കണ്ടുകൊണ്ടുള്ള ലൈഫ്, കാഴ്ചയാലുള്ള ജീവിതം, അതിനെയാണ് നമ്മൾ നോർമലി ജീവിക്കുന്ന ജീവിതം, അതായത് ഒരു ജഡ മനുഷ്യൻ നോർമലി ജീവിക്കുന്ന ജീവിതം.
അതാണ് കർത്താവ് പറഞ്ഞത്, ഈ അസറ്റിനെ ത്യജിക്കാതെ നിങ്ങൾക്കൊരിക്കലും ദൈവത്തിന്റെ രാജ്യത്തിൽ തനിക്കുള്ളതെല്ലാം വിടാതെ, സ്വന്തം പ്രാണനെ പോലും വിടാതെ നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധ്യമല്ല, എൻ്റെ ശിഷ്യനായിരിക്കാൻ സാധ്യമല്ല എന്ന് കർത്താവ് പറയാനുള്ള കാരണം. അപ്പൊ നമ്മൾ ഇന്നലെ കണ്ടത് അവന്റെ കൂടെയുള്ള മരണത്തെ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനെ കുറിച്ചായിരുന്നു. പൗലോസ് പറഞ്ഞ പോലെ there is a superior righteousness, a righteousness that comes only by faith. ആ ഒരു സുപ്പീരിയർ റൈച്ചസ്നെസ് ആണ്. നമ്മൾ പലപ്പോഴും വിശ്വാസം മാത്രം എന്ന് പറയുമ്പോൾ ആൾക്കാർ പറയും, പ്രവൃത്തി വേണ്ടേ ചോദിക്കാം. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് നമ്മുടെ കപ്പാസിറ്റിയിലുള്ള പ്രവൃത്തികൾ പോരാ. അതുകൊണ്ടാണ് ഫെയ്ത്ത് അലോൺ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കപ്പാസിറ്റിയിലുള്ള പ്രവൃത്തികൾ മതിയായിരുന്നുവെങ്കിൽ ഫെയ്ത്തിന്റെ കൂടെ നമ്മുടെ കപ്പാസിറ്റിയിലുള്ള കുറെ പ്രവൃത്തികൾ അങ്ങ് ആഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷെ അത് പോരാ. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് സാധിക്കുന്ന ആ തലത്തിനപ്പുറത്താണ്. അതായത് നമുക്ക് നമ്മുടെ ബുദ്ധി കൊണ്ടോ അസറ്റ് കൊണ്ടോ ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികൾക്ക് അപ്പുറത്താണ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന നീതി. അപ്പൊ ഞാൻ പറയാണ്, കർത്താവേ, ഇതെന്റെ കഴിവിനാൽ സാധിക്കില്ല, എനിക്ക് സൂചിക്കൂടെ കിടക്കാൻ പറ്റില്ല, എൻ്റെ ഒരു പ്രവൃത്തിയും രക്ഷയോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ മാത്രം ശക്തിയുള്ളതല്ല. എനിക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന, കർത്താവേ, നിന്നെ വിശ്വസിക്കുന്നു, നീ എന്നിൽ വസിക്കുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് നന്മ ഉൽപ്പാദിപ്പിക്കാൻ നിനക്ക് കഴിയും. ഐ ബിലീവ് ഇറ്റ്. ഞാനല്ല, ക്രിസ്തു അത്രേ ജീവിക്കുന്നത്. ഇറ്റ് ഈസ് നോ ലോങ്ങർ ഐ. എൻ്റെ അസറ്റല്ല, ക്രിസ്തുവിൻ്റെ അസറ്റിലേക്ക് ഞാൻ മാറുകയാണ്. എൻ്റെ ധനം ഉപയോഗിച്ചല്ല ഇനി ഞാൻ ജീവിക്കുന്നത്, ഇനി ഞാൻ ജീവിക്കുന്ന ക്രിസ്തുവിൻ്റെ ധനം ഉപയോഗിച്ചാണ്. അപ്പൊ ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. നമുക്ക് ക്രിസ്തുവിൻ്റെ ധനം വിശ്വാസ ജീവിതത്തിൽ അവൈലബിൾ ആണെന്നുള്ളതാണ്. അതായത് നമ്മുടെ ലൈഫ് കൊണ്ട് സാധിക്കാത്തൊരു ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഫെയ്ത്ത് ലൈഫിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ ധനം നമുക്കും ദൈവം അവൈലബിൾ ആക്കുന്നു എന്നുള്ളതാണ് ഈ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ടു ലീവ് എക്സാക്ട്ലി ലൈക്ക് ജീസസ് ലിവ്ഡ്. നമ്മൾ അങ്ങനെ ഒരിക്കലും ജീവിക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ജീവിതകാലത്ത്. പക്ഷെ എങ്കിൽ പോലും ആ ധനം, അങ്ങനെ ജീവിക്കാനുള്ള ധനം കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ വെരി റിച്ച് ലൈഫ്. ഈ ദൈവരാജ്യത്തിലേക്കുള്ള ജീവിതത്തിന് വേണ്ട എല്ലാ റിസോഴ്സസും കംസ് ഫ്രം ക്രൈസ്റ്റ് ബൈ ഫെയ്ത്ത്. ഇറ്റ്സ് നോട്ട് ഡിപ്പെൻഡന്റ് ഓൺ ഹൗ മച്ച് കേപ്പബിൾ യു ആർ. അപ്പോൾ ഈ ധനത്തെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? നമുക്ക് റോമാലേഖനം വായിക്കുമ്പോൾ, റോമാലേഖനത്തിന്റെ 8-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ ഈ പുത്രത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന ചില വാക്യങ്ങളുണ്ട്. ഇത് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് തന്നെയാണ് പൗലോസ് പറഞ്ഞു വരുന്നത്, നമുക്കറിയാമല്ലോ. അതായത് 8-3-4 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യേശു ക്രിസ്തു വിശ്വാസത്താൽ നമുക്ക് പകരം ആയി മാറുന്നത് എങ്ങനെയാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾ, ആത്മാവിനനുസരിച്ച് നടക്കുന്ന ഒരാൾ നീതി പൂർത്തിയാക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായം തുടങ്ങുന്നത്. എന്നാൽ അത് മുൻപോട്ട് പോകുന്തോറും പുത്രത്വത്തെക്കുറിച്ചുള്ള ചില അഷുറൻസസ് അതിനകത്ത് വെച്ചിരിക്കുന്ന നമുക്ക് കാണാം. 8-ാം വാക്യത്തിൽ പറയുന്നത്, ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ സ്വന്തം അസറ്റ് വെച്ച് ആ പ്രാണന്റെയും ശരീരത്തിന്റെയും കഴിവും ബുദ്ധിയും വെച്ച് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്ന ജഡസ്വഭാവമുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പാപം ചെയ്ത് ജീവിക്കുന്നവർക്ക്, അതായത് ജഡീകമായ കാര്യങ്ങൾ ചെയ്ത് തിന്നും കുടിച്ചും ആനന്ദിച്ചും ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല എന്നല്ല. അങ്ങനെയല്ല. ജഡത്തിന് നല്ലതും ചെയ്യാൻ കഴിയും, തിന്മയും ചെയ്യാൻ കഴിയും. ഈ ഫ്ലഷിന്റെ 2 എക്സ്ട്രീംസ് ഉണ്ട്. ഒന്ന്, ഈ ഫ്ലഷിന് എത്ര വേണമെങ്കിലും നന്മ ചെയ്യാൻ പറ്റും, നന്മ ചെയ്യുന്നതിനെ അഭിനയിക്കാൻ പറ്റും. അതുപോലെ തന്നെ എത്ര വേണമെങ്കിലും തിന്മയും ചെയ്യാൻ പറ്റും. നമുക്ക് പത്രം വായിക്കാൻ മനസ്സിലാവില്ല അല്ലെ? ഒരു ദിവസം ഒരു പേജിൽ തന്നെ മനുഷ്യന്റെ തിന്മയുടെ അങ്ങേയറ്റം, അവന്റെ നന്മയുടെ അങ്ങേയറ്റം കാണാം. അതിനുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട്, ഈ ലോകത്തുണ്ട്. ഇതിൽ ജഡം, ഫ്ലഷിന് ഇതെല്ലാം ചെയ്യാനുള്ള ശക്തിയുണ്ട്. ഒരു സമയത്ത് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുന്ന സൈന്യം, ആദ്യം ഹമാസിന്റെ സൈന്യം, ഇപ്പൊ ഇസ്രായേലിന്റെ സൈന്യം, അവർക്കെല്ലാം യുദ്ധം ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ. യുദ്ധം ഇല്ലെങ്കിൽ അവരില്ല. അപ്പൊ ഒരു കരുണയുമില്ലാതെ മനുഷ്യരെ കൊന്ന് കുഴിച്ചു മൂടുന്ന ഒരു കാഴ്ച ഒരു സൈഡില്. വേറൊരു സൈഡില് കിഡ്നി കൊടുക്കുന്ന മഹാന്മാര്. എൻ്റെ 2 കിഡ്നി ഉണ്ടല്ലോ, 2 കിഡ്നി ഉള്ളവനൊന്നും ഇല്ലാത്തവന് കൊടുക്കട്ടെ എന്ന പ്രമാണം അനുസരിച്ച് സ്വന്തം കിഡ്നി ഊരി മറ്റേ ആൾക്ക് കൊടുക്കുന്നയാൾ. അത് നമ്മൾ ഒരേ പത്രത്തിൽ തന്നെ വായിക്കും. ഇതാണ് മനുഷ്യന്റെ ഫ്ലഷിന്റെ പ്രത്യേകത. കർത്താവ് പറയുന്ന, പൗലോസ് പറയുന്ന ഈ ജഡത്തിന്റെ പ്രവൃത്തികൾ, അത് എന്തായാലും ഒന്നുകിൽ അത് സ്വയനീതിയിലേക്ക് കൂട്ടും, അല്ലെങ്കിൽ അത് പാപത്തിലേക്ക് ആടിയും. നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഒന്നുകിൽ സ്വയനീതിയിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാപത്തിന്റെ ലിസ്റ്റിലേക്കാണ് കൂട്ടുന്നത്. അതുകൊണ്ട് മാനുഷികമായ ഒരു പ്രവൃത്തികളും മനുഷ്യജഡം
ജഡത്തിന്റെ ഒരു പ്രവൃത്തികളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതല്ല. അപ്പോൾ അത് നമ്മുടെ നമുക്ക് തള്ളിക്കളയേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വലിയൊരു ചോദ്യം വരുന്നത് എങ്ങനെയാണ് ത്യജിക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇന്നലെ കണ്ട വേറൊരു പ്രധാനപ്പെട്ട കാര്യം. തന്നെത്താൻ ത്യജിക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ സംഭവിക്കും? ഇപ്പൊ പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത്, നിങ്ങൾ മറന്നു പോരുത് ഈ പറയുന്ന കാര്യം. പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത് അയ്യോ ഇനി ഞാൻ കള്ളം പറയില്ല, അതല്ല, അതൊന്നുമല്ല. അത് വെറും നിസ്സാരം. ശരിക്കും പുതിയ നിയമത്തിലെ മാനസാന്തരം എന്ന് പറയുന്നത് അയ്യോ എനിക്ക് എന്നെ വേണ്ട എന്നുള്ളതാണ്. ഞാൻ എന്നെ വിട്ട് കളഞ്ഞിരിക്കുന്നു, ഞാൻ മരണത്തിൽ കർത്താവിൻ്റെ കൂടെ പങ്കാളിയാകുന്നു. ഐ അബാൻഡൻ മൈസെൽഫ്. എൻ്റെ നല്ല പ്രവൃത്തികളും എൻ്റെ ചീത്ത പ്രവൃത്തികളും എൻ്റെ അഹങ്കാരങ്ങളും എൻ്റെ കണക്കുകൂട്ടലുകളും ഉൾപ്പെടെ ഞാൻ എന്ന് പറയുന്ന ആ സത്വത്തെ മൊത്തത്തോടെ ഐ സാക്രിഫൈസ്, ഐ അബാൻഡൻ ഓൺ ദ ക്രോസ്. ഇതാണ് ശരിക്കും പറഞ്ഞ പുതിയ നിയമത്തിലെ മാനസാന്തരം. ഐ എം നോട്ട് ട്രസ്റ്റിംഗ് മൈസെൽഫ് എനിമോർ. അപ്പൊ പുതിയ നീതിയെക്കുറിച്ച് പറയുന്ന ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം നമ്മൾ ഇന്നലെ വായിച്ചാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് ആരാണ് പരിച്ഛേദനക്കാർ. അവിടെ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ജഡത്തിൽ പ്രശംസിക്കാതിരിക്കുന്നവർ. അതായത് ആത്മാവുകൊണ്ട് ആരാധിക്കുകയും നമ്മുടെ സ്വന്തം ജഡത്തിലോ അസറ്റിലോ കഴിവിലോ പ്രശംസിക്കാതിരിക്കുകയും ചെയ്യുന്നവർ. അത് പൗലോസ് എടുത്തു പറയുന്നുണ്ട്. എനിക്ക് പ്രശംസിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ജഡത്തിൽ, പക്ഷെ അതെല്ലാം ആത്മീയ കാര്യങ്ങളാണ്. നോക്കിക്കഴിഞ്ഞാൽ പൗലോസ് പറയുന്ന എല്ലാ ആത്മീയ കാര്യങ്ങളും, പൗലോസിന്റെ ധനത്തെക്കുറിച്ചോ വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ഒന്നും അവിടെ പറയുന്നില്ല. ഇറ്റ്സ് ഓൺലി അബൌട്ട് ദ ലോ. അതായത് ലോ കാരണം, നിയമ പ്രമാണം കാരണം പൗലോസ് എന്ത് ചെയ്തു എന്ന് മാത്രമേ, നല്ല ജഡത്തിലെ പ്രശംസയായിട്ടാണ് പൗലോസ് വ്യാഖ്യാനിക്കുന്നത്. അപ്പൊ അവിടെ പറയുന്നത് ശരിക്കുമുള്ള പരിച്ഛേദന, നമുക്ക് ആത്മീക പരിച്ഛേദന ലഭിച്ചു കഴിഞ്ഞാൽ ആ ജഡത്തിന്റെ എല്ലാ പ്രവൃത്തികളും, അതിനുള്ള പുകഴ്ചയും അതിനുള്ള നന്മയും അതിനുള്ള അംഗീകാരം ഉൾപ്പെടെ സകലതിനെയുമാണ് നമ്മൾ അബാൻഡൻ ചെയ്യുന്നത്. ഇപ്പൊ ശരിക്കും പറഞ്ഞ പുതിയ നിയമത്തിന്റെ റിപ്പൻഡൻസ് ഈസ് ദ ഡെത്ത് ഓഫ് ദ ഓൾഡ് മാൻ എക്സ്പീരിയൻസ്ഡ് ഡെയിലി. നമ്മളെ പഴയ മനുഷ്യന്റെ മരണത്തെ ഓരോ ദിവസവും അനുഭവിക്കുന്നതാണ് പുതിയ നിയമത്തിലെ മാനസാന്തരം. ഇതൊരിക്കലും അവസാനിക്കുന്നില്ല. അൻറ്റിൽ ദ മോമെന്റ് വി ഡൈ ദിസ് റിപ്പൻഡൻസ് ഗ്രോസ് ഇൻ അസ്. അത് നമ്മളിൽ വളർന്നുകൊണ്ടേയിരിക്കും. അതാണ് വിശ്വാസ ജീവിതത്തിന്റെ പ്രത്യേകത. നമ്മൾ ഒരിക്കൽ മാനസാന്തരപ്പെട്ടു അങ്ങനെയല്ല. അത് നമ്മൾ എപ്പോഴും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക്. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, ഞാൻ പണ്ട് മാനസാന്തരപ്പെട്ടതാണ്, പിന്നെ ഞാൻ പാവമൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ പറയുന്ന ആൾക്കാർ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ പ്രസംഗിച്ച, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് പറഞ്ഞത് എനിക്ക് സംശയമുണ്ട്. ഒരാൾ ഇവിടെ എനിക്കറിയാവുന്നൊരു ചർച്ചയിൽ പ്രസംഗിച്ചാണ്, കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല, അതുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ദൈവം തരും, അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പം പ്രാർത്ഥിക്കാൻ പോവാണ്. പോപ്പുലർ പ്രീച്ചറാണ്, നിങ്ങൾക്കൊക്കെ പേര് പറഞ്ഞാൽ അറിയാം. ഇവരൊക്കെ എന്താ പറയുന്നതെന്ന് പിന്നെ കണക്കൂട്ടി നോക്കി ഇവർക്ക് തന്നെ മനസ്സിലാകത്തില്ല. ഇവർ പറയുന്നത് എന്തെന്നും സ്ഥാപിക്കുന്നത് എന്തെന്നും അവർക്ക് തന്നെ അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. എന്നാൽ പുതിയ നിയമത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പാപം ചെയ്യുക എന്നുള്ളതിനേക്കാളും നമ്മൾ ബേസിക്കലി പാപികളാണ് എന്നുള്ള കാഴ്ചപ്പാടാണ്. അതായത് ഇൻ ദ നേച്ചർ ഇറ്റ് സെൽഫ് എ ഹ്യൂമൻ ബീയിങ് ഇസ് എ സിന്നർ. അപ്പൊ അവന്റെ നേച്ചറിനെ റിജക്റ്റ് ചെയ്യണം, അവന്റെ ആ പ്രകൃതത്തെ തന്നെ ക്രൂശ്. അതുകൊണ്ടാണ് മരണം ക്രൂശ് എന്നൊക്കെ കർത്താവ് പറയുന്നത്. ക്രൂശ് എടുത്തുകൊണ്ട് വരാൻ പറയുന്നത്, ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളിയാകാൻ പറയുന്നത്, ആ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയാൻ പറയുന്നത്. ദാറ്റ്സ് ദ റിപ്പൻഡൻസ് ഇൻ ദ ന്യൂ ടെസ്റ്റമെന്റ്. വി നെവർ ട്രസ്റ്റ് അവർ ഓൺ ഫ്ലഷ്. നമ്മുടെ തന്നെ ജഡത്തെ നമ്മൾ ഒരിക്കലും, ശരീരത്തെ നമ്മൾ ഒരിക്കലും ആശ്രയിക്കുകയോ അതിനെ വിശ്വസിക്കുകയോ അതിനെ എന്താ പറയുക, അതിൽ ആശ്വസിക്കുകയോ ചെയ്യാത്ത ആ ഒരു പഴയതിനെ റിജക്റ്റ് ചെയ്യുന്ന ആ ഒരു മൈൻഡ് നമുക്കുണ്ടാകും. ഇറ്റ്സ് നോട്ട് ഈസി. വി കനോട്ട് ജസ്റ്റ് ക്രിയേറ്റ് ഇറ്റ്. ഇത് ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിയാൽ വിശ്വാസത്താൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ദൈവം നമ്മളിൽ സൃഷ്ടിക്കുന്ന പുതിയ മനുഷ്യന്റെ പ്രത്യേകതയാണ്. ഇപ്പൊ പുതിയ മനുഷ്യന്റെ പ്രത്യേകതയാണ് റിപ്പൻഡൻസും. പുതിയ മനുഷ്യന്റെ പ്രത്യേകതയാണ് പഴയത് വേണ്ട എന്നുള്ള, പഴയ മൈൻഡ് വേണ്ട, ഈ ലോകത്തിലേക്ക് ഒട്ടിപ്പിടിക്കുന്ന മൈൻഡ് വേണ്ട, അതിനെത്ര നന്മയുണ്ടെങ്കിലും വേണ്ട, എത്രമാത്രം പുകഴ്ച അതിന് മറ്റുള്ള മനുഷ്യരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും എനിക്കത് വേണ്ട. ഐ ഡോണ്ട് വാണ്ട് ദാറ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പൻഡൻസ്, കണ്ടിന്യൂയിങ് റിപ്പൻഡൻസ്, നമ്മൾ മരണം വരെയും തുടർന്നു പോകുന്ന റിപ്പൻഡൻസ് ആണ്. അപ്പോൾ ഒരു പഴയ ജീവിതം, പഴയ മനുഷ്യൻ എന്ന് പറയുന്നത് അതിന് അതിൻ്റെതായ അസറ്റ്സ് ഉണ്ട്, നന്മകളുണ്ട്, പുകഴ്ത്തലുകളുണ്ട്. ഞാൻ ഒരു ദിവസം ഒരു കല്യാണത്തിൽ സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പം അവിടുത്തെ ഒരു പാസ്റ്റർ പറയാണ്, ഈ കല്യാണം ദൈവം നടത്തിയതാണ്. തെളിവെന്തെന്നറിയാം, ഇവര് ഈ കുട്ടി വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്, അതുപോലെ തന്നെ വലിയൊരു കുടുംബത്തിൽ നിന്ന് വന്നതാണ് ഈ പയ്യനും. ഇത് ദൈവം കൂട്ടി യോജിപ്പിച്ചതാണ്. എത്ര ഭയങ്കരം. ഇത് മനുഷ്യന്റെ അസറ്റ് കണക്കൂട്ടുന്ന സ്വഭാവമാണ്. മനുഷ്യരെ പ്ലീസ് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. അവർ സ്റ്റേജിൽ നിന്ന് പറയാനുള്ള കാരണം ഇത് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് കുളിര് ഉണ്ടാകും, അല്ലെങ്കിൽ നിർവൃതി ഉണ്ടാകും, അല്ലെങ്കിൽ സന്തോഷം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ പറയുന്നതാണ്. ദീസ് ആർ ഓൾ കൗണ്ടിങ് ആൻഡ് ഗ്ലോറിയിങ് ഇൻ ഹ്യൂമൻ അസറ്റ്സ്. കർത്താവ് പറയാണ്, ഇതിനെല്ലാം ത്യജിക്കാതെ
നമ്മൾ പറയേണ്ടതെന്നില്ല ഞങ്ങൾ വലിയ കുടുംബക്കാരായിട്ടോ എന്നല്ല, ഞങ്ങളൊക്കെ ആദമിന്റെ സന്തതിയായിട്ടോ എന്നാ പറയേണ്ടത്. അതാണ് റിയാലിറ്റി. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം ഇമാജിൻഡ് റിയാലിറ്റീസ് ആണ്. ഈ ഒറിജിനൽ റിയാലിറ്റി എന്ന് പറയുന്നത് വി ആർ ഓൾ ആഡമിക് ആൻഡ് വി ഹാവ് ദ സെയിം സിൻ നേച്ചർ ദാറ്റ്സ് അഗെയിൻസ്റ്റ് ഗോഡ്. ദൈവത്തോടുള്ള ശത്രുത്വം നമ്മുടെ മേൽ ഇരിക്കുന്നു. ഇതാണ് ഏറ്റവും ഭീകരമായ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു റിപ്പൻറ്റൻസ്, ആ റിപ്പൻറ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ തന്നെ മരണമാണ്. വി ഓൾ ദ ടൈം എംബ്രേസ് ദ ഡെത്ത് ഓഫ് ദ ഓൾഡ് മാൻ. ഈ പാർട്ട്ണർഷിപ്പിനെയാണ് ശരിക്കും നമ്മൾ ക്രിസ്ത്യാനിറ്റിയിലെ ക്രിസ്തീയ വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത്. അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. അടുത്ത വാക്യം പറയുന്നത് എങ്ങനെയെന്നറിയാമോ? അവന്റെ മരണത്തിന്റെ സദൃശത്തോട് നമ്മൾ ഏകീഭവിച്ചവരായാൽ, ദാറ്റ് മീൻസ് ഇഫ് യു ഐഡന്റിഫൈ യുവർസെൽഫ് വിത്ത് ദ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ്, നിങ്ങൾ അവന്റെ മരണത്തോട് ഏകമായി മാറിയാൽ, മരണത്തോട് ഒന്നിച്ചു ചേർന്നാൽ എന്ത് സംഭവിക്കും? നിങ്ങൾ അവന്റെ ജീവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശത്തോടും ഏകീഭവിക്കും. ഞാൻ പണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നത് വെള്ളത്തിൽ ഇറങ്ങുന്നത് മരണം, ഓക്കെ, പിന്നെ കണ്ണടച്ച് അകത്തോട്ട് പോയി വെള്ളത്തിനടി കിടക്കുന്നത് ശവടക്ക്, പിന്നെ എഴുന്നേറ്റ് വരുന്നത് പുനരുത്ഥാനം എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ബൈബിളിൽ അങ്ങനല്ല പറയുന്നത്. ബൈബിളിൽ പറയുന്നത് ആ സ്നാനം മുഴുവൻ കർത്താവിന്റെ മരണത്തെയും അടക്കിനെയുമാണ് കാണിക്കുന്നത്. വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതല്ല പുനരുത്ഥാനത്തിന്റെ സദൃശ്യം. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് പുനരുത്ഥാനത്തിന്റെ സദൃശ്യം? അവിടെ പറഞ്ഞിരിക്കുന്നത് കർത്താവ് മരിച്ചിട്ട് പിതാവിന്റെ മഹിമയിൽ ജീവിച്ച് എഴുന്നേറ്റതുപോലെ നിങ്ങളും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ അതിന്റെ സദൃശ്യം എന്താണ്? നിങ്ങൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. അപ്പൊ പുനരുത്ഥാനത്തിന്റെ സദൃശ്യം എന്താണ്? പുനരുത്ഥാനത്തിന്റെ സദൃശ്യം ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്നതാണ്, ആണ് പുനരുത്ഥാനത്തിന്റെ സദൃശ്യം. അപ്പോൾ ശരിക്കും സ്നാനപ്പെടുക എന്ന് പറയുന്നത് ഒരു വെള്ളത്തിൽ മുങ്ങുക എന്നുള്ള മാത്രമല്ല, അതൊരു ജീവിതകാല അനുഭവമാണ്. അതുകൊണ്ടാണ് കർത്താവ് ചോദിച്ചത്, ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കാനുള്ള കാരണം, ഈ സ്നാനം ഈസ് നോട്ട് എ വൺ ടൈം എക്സ്പീരിയൻസ്. റിപ്പൻറ്റൻസ് ഓൾസോ ഈസ് നോട്ട് എ വൺ ടൈം എക്സ്പീരിയൻസ്. ഒരിക്കലാണ് സംഭവിക്കുന്നതെങ്കിലും അത് ലൈഫ് ലോങ് വി ആർ ബാപ്റ്റൈസ്ഡ് പീപ്പിൾ. അതായത് നമ്മൾ ക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്ന അവന്റെ മരണത്തിലും പുനരുത്ഥാനത്തിലും പങ്കാളികളായ ആളുകളാണ്. ഇതൊരൊറ്റ പ്രിൻസിപ്പിൾ മാത്രമേ ക്രിസ്ത്യൻ ലൈഫിലുള്ളൂ. നമ്മൾ നീതി അന്വേഷിക്കുമ്പോഴും വിശുദ്ധി അന്വേഷിക്കുമ്പോഴും എല്ലാം നമുക്ക് ലഭിക്കുന്ന തത്വം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ജഡ സ്വഭാവമുള്ളവർക്ക് ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധിക്കില്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നത്. നോ ഹ്യൂമൻ ഫ്ലഷ്, ഹൗവർ ഗുഡ് ഇറ്റ് ഈസ് ഓർ ഹൗവർ അക്ലെയിംഡ് ഇറ്റ് ഈസ്, കാൺട്ട് പ്ലീസ് ദ ലോർഡ്. ഓക്കെ, so then they that are in the flesh cannot please God. അപ്പൊ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ആകയാൽ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത്. നമ്മൾ പലപ്പോഴും ജഡത്തോടൊരു കടം നമുക്കുണ്ട്, അതിനി പാടില്ല. ഓക്കെ, നിങ്ങൾ ജഡത്തെ അനുസരിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾ മരിക്കുകയുള്ളൂ. കാരണം ഈ ജഡത്തിന് ഒരിക്കലും ജീവിപ്പിക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മൾ ആ ഡിപ്പെൻഡ് ചെയ്യുന്ന മരണത്തെയാണ്. ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ് ജീവൻ, അല്ലെ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചവനായ ക്രിസ്തുവിനെയും അറിയുന്നതാണ്. അപ്പൊ ആ ഒരു പരിജ്ഞാനത്തിലേക്ക് പോകാതെ നമ്മൾ ജഡത്തിൽ ജീവിക്കുന്ന ജീവിതത്തെയാണ് നമ്മൾ മരണം എന്ന് പറയുന്നത്. അപ്പൊ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരിജ്ഞാനമാണ്, നമ്മുടെ നന്മതിന്മകളുടെ തിരിച്ചറിവാണ് മരണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനമാണ് ജീവൻ. അതുകൊണ്ടാണ് ആ പഴം തിന്നാൽ അന്ന് മരിക്കുമെന്ന് പറയാനുണ്ടായ കാരണം. ഓക്കെ, കാരണം അത് ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിനെതിരായിരുന്നു, അത് മനുഷ്യന്റെ വിശുദ്ധമായിരുന്നു. ഓക്കെ, 14 വാക്യം പറയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. പുനരുത്ഥാനത്തിന്റെ സദൃശ്യത്തിൽ നമ്മൾ നടക്കുമ്പോൾ, അതായത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുമ്പോൾ, വി ആർ ഇമ്മൻസ്ലി റിച്ച്. നമ്മൾ ഭയങ്കര ധനികന്മാരാണ്. ആ ധനം എന്താണ്? ഇവിടെ പറയുന്നത് ദൈവാത്മാവ് നടത്തുന്നവരെല്ലാം ദൈവത്തിന്റെ മക്കളാകുന്നു. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചു. അപ്പൊ ജഡത്തിൽ ജീവിക്കുമ്പോൾ അതൊരു ഭയവും മരണവും ഉണ്ടാക്കുന്നതെങ്കിൽ, ആത്മാവിൽ ജീവിക്കുമ്പോൾ, ക്രിസ്തു നമ്മിൽ വസിക്കുമ്പോൾ അത് പുത്രത്വമാണ് ഉണ്ടാക്കുന്നത്. ഞാനല്ല ക്രിസ്തു അത്രേ ജീവിക്കുന്നതെന്ന് പറഞ്ഞു നോക്കിയ മനസ്സിൽ.
ഈ ക്രിസ്തു ആരാണ്? ദൈവത്തിന്റെ പുത്രനാണ്. ക്രിസ്തുവാണ് ജീവിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. അല്ലാതെ ചുമ്മാ ചർച്ചിൽ വന്നാൽ ദൈവത്തിന്റെ മക്കളാവില്ല. ദൈവമക്കളെ നമ്മളെപ്പോഴും പറയില്ല, ദൈവമക്കളും ദൈവദാസന്മാരും. ഞങ്ങളൊക്കെ ദൈവദാസന്മാരാണ്, നിങ്ങളൊക്കെ ദൈവത്തിന്റെ മക്കളും. അപ്പൊ ഞാൻ ദൈവത്തിന്റെ മകനല്ലേ? നമ്മളെല്ലാം ദൈവമക്കളാണ്. നമ്മളെല്ലാം ഒരർത്ഥത്തിൽ ദൈവത്തിന്റെ ദാസന്മാരുമാണ്, ദാസിമാരുമാണ്. കാരണം വി ആർ ദ സെയിം ടൈം ചിൽഡ്രൻ ഓഫ് ഗോഡ് ആൻഡ് സെർവൻസ് ഓഫ് ഗോഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ മക്കൾ ആയി മാറുമ്പോൾ, എങ്ങനെ മക്കളായി മാറുന്നത്? പുത്രത്വത്തിന്റെ ആത്മാവിനെ പ്രാപിക്കുമ്പോഴാണ്. ക്രിസ്തുവിന്റെ ആത്മാവാണ്. യേശു ക്രിസ്തുവിനെ നടത്തിയ അതേ ആത്മാവിനെ നമ്മൾ പ്രാപിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ മക്കളായി മാറും, അല്ല ചുമ്മാ മക്കളാകുന്നതല്ല. ഓക്കെ, അപ്പോൾ ആ പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്താണ് ലഭിക്കുന്നത്? നമ്മൾ മക്കളായി കഴിഞ്ഞാൽ എന്താണ് ലഭിക്കുന്നത്? അടുത്ത വാക്യം പറയുന്നത് അബ്ബാ പിതാവേ എന്ന് വിളിക്കാനല്ല ഈ വാക്യം പറയുന്നത്, അബ്ബാ പിതാവേ. അപ്പൊ ശരിക്കും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പറയുന്നതിന് പകരം സ്വർഗസ്ഥനായ ഞങ്ങളുടെ അപ്പ, പപ്പ എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ദൈവം തന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഒരു ദൂരെ നിൽക്കുന്ന ഒരാളെ പോലെ കർത്താവിനോട് സംസാരിക്കേണ്ട കാര്യമില്ല. ഈ എബ്രായര് അപ്പനെ വിളിച്ചുകൊണ്ടിരുന്ന അബ്ബ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന പോലെ നിങ്ങൾക്കും അങ്ങനെ തന്നെ വിളിക്കാനുള്ള അത്ര അടുത്താണ് ഈ ക്രിസ്തുവും പിതാവും. ആ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ ശരിക്കും നമുക്ക് ഭയങ്കരമായ അവകാശങ്ങളാണ് പിതാവിന്റെ സന്നിധിയിലുള്ളത്. അപ്പ എന്ന് വിളിച്ചുകൊണ്ട് പിതാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റുന്നവരാണ് നമ്മളെല്ലാവരും. നിങ്ങളങ്ങനെ ചെല്ലുന്നുണ്ടോ എന്ന് അറിയില്ല. നമുക്ക് പലപ്പോഴും ചെല്ലാൻ പറ്റാറില്ല. എങ്കിൽ പോലും ആ സിംഹാസനം നമ്മുടെ മുമ്പിലാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ആ ദൈവം ആരാണ്? ആ ദൈവത്തിന്റെ പിതൃത്വം നമ്മുടെ മുമ്പിൽ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇവർ പറയുകയാണ് ക്രിസ്തുവിന്റെ ആത്മാവുള്ളവരെല്ലാം. ഇതൊരു വലിയ അധികാരമാണ്. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര സ്പിരിച്വൽ അതോറിറ്റി ഉള്ള ഒരു ലൈഫാണ്. ഈ സ്പിരിച്വൽ അതോറിറ്റി ഉള്ള ലൈഫ് എന്ന് പറയുന്നത് വിശ്വാസത്താൽ ജീവിക്കുന്ന ജീവിതമാണ്. അത് ദൈവനീതിയുള്ള ജീവിതമാണ്. ഓക്കെ, അത് പുത്രന്റെ ജീവിതമാണ്. അതുകൊണ്ട് നീതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും എന്താണെന്ന് മനസ്സിലാകുന്നത് ക്രിസ്തു തന്നെയാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവൻ ആരാണ്? പരിശുദ്ധാത്മാവാണ്. ഓക്കെ, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അപ്പോൾ ഈ പാപം എന്തെന്ന് മനസ്സിലാക്കാനും നീതി എന്ത് മനസ്സിലാക്കാനും ന്യായവിധി എന്തെന്ന് മനസ്സിലാക്കാനും നമുക്ക് ദൈവാത്മാവ് ആവശ്യമാണ്. ഇനി പഴയ ജീവിതത്തിലേക്ക് നോക്കിക്കേ, നമുക്ക് ആത്മാവ് ഇല്ലാതിരുന്ന കാലത്തിലേക്ക് നോക്കിക്കേ. പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ചിന്തിക്കുന്നത് എന്താ? കൊലപാതകം, വ്യഭിചാരം. ഞാനതൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഡീസൻ്റാണ്, അങ്ങനെ ചിന്തിക്കുന്നു. ഓക്കെ, ആത്മാവ് വരുന്നതിന് മുമ്പ്. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ 2 കാര്യമുണ്ട്, ഒരുത്തിനില്ല, അവന് കൊടുത്തേക്കാം, നീതി. അല്ലെങ്കിൽ എന്താ, ഗവൺമെന്റ് റേഷൻ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ കൊടുക്കണം, നീതി. ഈ ഇന്ത്യയിലുള്ള വലിയൊരു നീതി വിഷയമായിരുന്നു ഹിന്ദുക്കൾ താഴ്ന്ന ജാതി എന്ന് അവർ പറയുന്ന ജാതി, നമുക്ക് താഴ്ന്ന ഉയർന്നൊന്നുമില്ല. ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ട്രൈബ്സ് അല്ലെങ്കിൽ ലോവർ കാസ്റ്റ് എന്ന് വിളിക്കുന്ന ആൾക്കാർ, അവർക്ക് സംവരണമുണ്ട്, റിസർവേഷൻ. ക്രിസ്ത്യാനി ആയി കഴിഞ്ഞാൽ ആ സംവരണം കട്ടായി പോകും, പിന്നെ അവർക്ക് സംവരണം ഉണ്ടാവില്ല. ഇപ്പൊ ജോലി കിട്ടണമെങ്കിൽ ബുക്കിൽ ഹിന്ദു എന്ന് കാണിച്ചിരിക്കണം, എങ്കിൽ മാത്രമേ സംവരണമുള്ളൂ. ഓപ്പൺ മെറിറ്റിൽ ആർക്ക് വേണമെങ്കിലും കയറാം. എന്തുകൊണ്ട് എങ്ങനെ ചെയ്തെന്നറിയോ? വിവേചനമായിട്ട് ചെയ്തതല്ല. ഇതാദ്യം ഈ നിയമം കോൾ ചെയ്തപ്പോൾ അവർ പറഞ്ഞു, ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ജാതി? അവരങ്ങനെ ചിന്തിക്കും. ക്രിസ്ത്യാനിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ജാതി? ഹിന്ദുയിസത്തിൽ മാത്രമേ ജാതി വ്യവസ്ഥയുള്ളൂ. ജാതി അനുസരിച്ചാണ് സംവരണം. മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയി കഴിഞ്ഞാൽ അതിനകത്ത് ജാതിയില്ല. പിന്നെ എങ്ങനെയാണ് ഇവരെ ജാതി വെച്ച് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? ഇതാണ് ഗവൺമെന്റ് അന്ന് ചോദിച്ചത്. അതായത് ഒരു മനുഷ്യൻ ഇന്ന ജാതിയിൽപ്പെട്ട ആളാണെന്ന് പറയുന്നു, വിശ്വാസിയാകുന്നു. വിശ്വാസിയായി കഴിയുമ്പോൾ അയാളുടെ ജാതി പോയല്ലോ. കാരണം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഹിന്ദു ഫെയ്ത്ത്. നിങ്ങൾ ഹിന്ദുക്കളല്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ ജാതി വ്യവസ്ഥ പോയി. അപ്പോ അതിനെതിരെ ഭയങ്കര സമരങ്ങളായിരുന്നു ഇവിടെ. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ആൾക്കാർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, തുല്യത മതത്തിന്റെ അടിസ്ഥാനത്തിലാവരുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അപ്പൊ ഇത് നീതിയാണ്. ഏതാ നീതി? നീതിയെക്കുറിച്ച് മനുഷ്യർക്ക് ഒത്തിരി നിർവചനങ്ങളുണ്ട്. ഇതാണ് നീതി. ഓക്കെ, പാലസ്തീനിൽ ഇത്രയും ബോംബിട്ട ആൾക്കാരെ കൊല്ലുന്നത് നീതിയാണോ? ഇവിടെ പല ആൾക്കാരും വിചാരിക്കും നീതിയാണെന്നാണ്. പൊട്ടിക്കടാന്നാണ്. നമ്മുടെ ഇവിടെ ബോംബ് വീഴുമ്പം മലയാളിയുടെ ഹൃദയത്തിനകത്ത് ആനന്ദ മഴ വീഴുന്ന പോലെയാണ് അവിടെ ബോംബ് വീഴുന്നത്. പ്രത്യേകിച്ച് പെന്തക്കോസ്തായിട്ട് ഒത്തിരി പേർക്കും ഇത് ആനന്ദ മഴ നമ്മുടെ ഹൃദയത്തിനകത്ത് പെയ്യുന്നത് പോലെയാണ്. നീതിയുടെ ബോധം പലർക്കും പലതാണ്.
ഒരിക്കൽ ശിഷ്യന്മാരിന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവെ, ഇതെല്ലാം കൂടെ തീയിട്ട് നശിപ്പിക്കാൻ നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അതങ്ങ് ദൈവത്തോട് പറഞ്ഞ് അതങ്ങ് ചെയ്യുന്നതല്ലേ നല്ലത്. കർത്താവ് പറഞ്ഞാൽ നശിപ്പിക്കാൻ വന്നതല്ല, ഞാൻ ഇവരെല്ലാം രക്ഷിക്കാൻ വന്നതാണ്. എനിക്കൊരു ഭയങ്കര സ്നേഹവും സിമ്പതിയുമാണ്. നിങ്ങൾക്കറിയാം, ഈ പാലസ്തീനിലുള്ള ആൾക്കാരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി മിഷണറിമാരുണ്ട്. ഒത്തിരി മിഷണറിമാർ അവരുടെ ഇടയിലും വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള കേട്ടോണ്ടിരിക്കുമ്പോഴായിരിക്കും പോകുമ്പോൾ വീഴും. സോ പതറ്റിക്, സോ ഹൊറിബിൾ. അത് നീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഇസ്രായേൽ ചുമ്മാ ഇരുന്നപ്പോൾ വെറുതെ ഇവർ കയറി ആക്രമിച്ചാണ്, അടി ഒന്ന് കൊടുത്താൽ 2 കിട്ടുന്നുള്ളത് ലോകത്തിന്റെ പ്രമാണമാണെന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ ലുക്ക് അറ്റ് ഹൗ ഗോഡ് ലുക്സ് അറ്റ് ഇറ്റ്. അതായത് ഒരു മനുഷ്യൻ അകാരണമായി മരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിനകത്ത് അപ്പോൾ ഈ മനുഷ്യന്റെ നീതി എന്ന് പറയുന്നത് ഭയങ്കര റിലേറ്റീവ് ആണ്. ഒരാൾ ചിന്തിക്കുന്നവരല്ല വേറെ ആൾ ചിന്തിക്കുന്നത്. എന്താണ് ശരിക്കുള്ള നീതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യോഹന്നാന്റെ നേരത്തെ പറഞ്ഞ പോലെ 16:8 പറയുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഈ 3 കാര്യങ്ങളെക്കുറിച്ചും പഴയ മനുഷ്യന് ഒരു ധാരണ ഉണ്ടായിരുന്നു. എന്താണ് പാപം? ഓക്കെ, നിങ്ങൾക്കുണ്ടായിരുന്നില്ലേ ഒരു ധാരണ? കൃത്യമായി നിർവചിച്ചിട്ടൊന്നും ഇല്ലായിരുന്നിരിക്കാം, പക്ഷെ ഒരു ധാരണ ഉണ്ടായിരുന്നു. നീതി എന്താന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിരുന്നു, അല്ലേ? ഗവൺമെന്റ് നീതി പാലിക്കുക, അല്ലെ? എന്താ പ്രിൻസിപ്പൾ നീതി പാലിക്കുക, കോളേജ് പഠിക്കുമ്പോൾ സമരം, നീതി പാലിക്കാൻ വേണ്ടി. നീതി ഭയങ്കര നീതിബോധമായി പിള്ളേർക്ക്, പ്രത്യേകിച്ച് കൗമാരപ്രായത്തിൽ. പിന്നെ ന്യായവിധി എന്ന് പറഞ്ഞ ലോകത്തിലെ എല്ലാ മതങ്ങളിലും. അപ്പൊ നമുക്കെല്ലാം ഇതിനെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. പക്ഷെ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ ഉണ്ടല്ലോ, നമുക്കൊരു കാര്യം മനസ്സിലാവും, പാപബോധം തരാൻ ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ കഴിയൂ. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, അപ്പൊ അതുവരെ ഈ പാപത്തെക്കുറിച്ച് അറിവില്ല. ഇപ്പൊ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ എന്തു പാപത്തെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുന്നത്, എന്ത് നീതിയെക്കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാകുന്ന രക്ഷിക്കപ്പെട്ട ശേഷമാണ്. അവിടെ പറയുന്നത്, അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ച്. ഫെയ്ത്ത് ഇല്ലായ്മ, അതായത് കാഴ്ചയാൽ ജീവിക്കുന്നത്, പുത്രൻ ഇല്ലാതെ ജീവിക്കുന്നതാണ് പാപം. ഇഫ് യു ആർ നോട്ട് ലിവിങ് ഫെയ്ത്ത് ലൈഫ്, യു ആർ ലിവിങ് ഇൻ സിൻ. ഇത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കാണിച്ചു തരുന്നു. അപ്പൊ സിൻ എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇല്ലാത്ത ലൈഫാണ്, ദ ഹോൾ ഓഫ് ലൈഫ്. അത് നിങ്ങൾ എത്ര നന്മ ചെയ്താലും പാപമാണ്. പുതിയ നിയമത്തിലെ പാപം എന്ന് പറയുന്ന അൺബിലീഫാണ്. അൺബിലീഫ്, അവിശ്വാസം. അതിന്റെ ഫലമാണ് മറ്റെല്ലാ പാപങ്ങളും. ഒരു വിശ്വാസിയെ സംബന്ധിച്ച്, once you become a believer, the most serious sin is unbelief. വിശ്വാസമില്ല. അപ്പോൾ വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്നൊക്കെ നമുക്ക് വിശ്വാസമുണ്ട്, ദൈവം വയറുവേദന മാറ്റുന്ന ദൈവമാണെന്ന് അറിയാം. പക്ഷെ അതല്ല പ്രശ്നം. ലൈഫ് ഫെയ്ത്തിലാണെന്നുള്ളതാണ്. ഈസ് ദർ അൺബിലീഫ് ഇൻ യുവർ ലൈഫ് വെൻ യു ആർ ലിവിങ്? നമ്മുടെ ജീവിതത്തിൽ ഞാനല്ല ക്രിസ്തു അത്രേ എന്ന് പറയാൻ ആ ഫെയ്ത്ത് ഉണ്ടോ? അതോ കാഴ്ചയാലുള്ള ജീവിതമാണോ നിങ്ങൾ ജീവിക്കുന്നത്? ആർ യു ലിവിങ് ബൈ സൈറ്റ് ഓർ ഫെയ്ത്ത്? ഇത് കാണിച്ചു തരുന്ന ആ ഒരു തലത്തിലേക്ക് ഈ ആത്മാവിന്റെ ശുശ്രൂഷ നമ്മൾ അനുഭവിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഓരോ സമയത്തും കാഴ്ചയിലാണോ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് നമ്മൾ എന്നുള്ള ചോദ്യം. വേറൊരു രീതിയിൽ ഈ ചോദ്യം ചോദിക്കാം, നിങ്ങൾ കാഴ്ചയിലാണോ വിശ്വാസത്തിലാണോ ജീവിക്കുന്നത് എന്ന ചോദ്യം ഇങ്ങനെ ചോദിക്കാം, നിങ്ങൾ നിങ്ങളുടെ തന്നെ ജീവിതമാണോ, അതായത് നിങ്ങളുടെ അസറ്റ് വെച്ചുള്ള ജീവിതമാണോ, പുത്രന്റെ ലൈഫാണോ ജീവിക്കുന്നത്? ആർ യു ലിവിങ് യുവർ ഓൺ ലൈഫ് ഓർ ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്? ഇങ്ങനെ ചോദിക്കാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് ആരെയാ കാണിച്ചു തരുന്നത്? എല്ലാ സമയത്തും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ആത്മാവ്. എല്ലാ സമയത്തും യേശുവിനെ നമുക്ക് നമ്മുടെ ഓരോ ജീവിത തലങ്ങളിലും വെളിപ്പെടുത്തി തരുന്ന ആത്മാവ്. ഈ ആത്മാവ് നമുക്ക് പാപബോധം വരുത്തുന്നത്, മോനെ നീ വിശ്വാസത്തിലല്ല ജീവിക്കുന്നത്, നിനക്ക് ക്രിസ്തുവിനെ അറിയാൻ നീ ഫെയ്ത്തിൽ ജീവിച്ചാലേ പറ്റുള്ളൂ. ഈ ഫെയ്ത്തിന്റെ നിർബന്ധമാണ് ആത്മാവ് നമുക്ക് എല്ലാ സമയത്തും തരുന്നത്. So we need to believe every moment in the life of Christ as my substitute. എൻ്റെ പകരക്കാരനായി ക്രിസ്തു എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു ബൈ മൈ ഫെയ്ത്ത്. എഫെസ്യ ലേഖനം 3:17 വാക്യം പറയുന്നു, വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, അപ്പോൾ പൗലോസ് എഫെസോസിലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്.
വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. അപ്പോൾ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നത് വിശ്വാസത്താലാണ്. വൈ ഡു യു നീഡ് ഫെയ്ത്ത്? ഫെയ്ത്ത് ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? ഫെയ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ ജീവിക്കും, സുന്ദരമായിട്ട് തന്നെ ജീവിച്ചേക്കാം, പക്ഷെ ക്രിസ്തു വസിക്കില്ല. ഈ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിന് ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചു തരുന്നത് നമുക്ക് വയറുവേദന ദൈവം മാറ്റും എന്നുള്ള ഫെയ്ത്ത് കുറഞ്ഞു പോകുന്നതിനെ കുറിച്ചല്ല. ഓക്കെ, പിന്നെ എന്ത് ഫെയ്ത്ത് കുറഞ്ഞു പോകുന്നതിനെ കുറിച്ചാ? എനിക്ക് പകരം ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള ഫെയ്ത്ത്, അത് കുറഞ്ഞു പോകുന്നതിനെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അടുത്ത വാക്യം പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും. നീതിയെക്കുറിച്ച് എന്താ പറയുന്നറിയോ കർത്താവ്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവിന് ഇറങ്ങി വന്ന് നീതിയെക്കുറിച്ച് പറയേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നിട്ട് പാപബോധം വരുത്തേണ്ടി വരുന്നത്? ഇത് രണ്ടും ഒരേ സമയത്ത് നമ്മൾ ചിന്തിക്കണം. റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് ഓൾവേസ് ഗോസ് ടുഗദർ. കർത്താവ് പറയാണ്, 10-ാം വാക്യത്തിലാണെന്ന് എൻ്റെ ഓർമ്മ, 16:10 തോന്നുന്നു, ഇങ്ങനെ പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ കടന്നു പോവുകയും ഇനി നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ച്. അതായത് നിങ്ങൾക്ക് നീതി വേണമല്ലോ, ഞാനാണ് ആ നീതി. ഞാൻ നിങ്ങളുടെ ഉള്ളപ്പോൾ നിങ്ങൾ എന്നെ നോക്കിയാൽ മതി. എന്താണ് നീതി എന്ന് മനസ്സിലാക്കാൻ, എങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എങ്ങനെ ജീവിക്കണം, എന്താണ് സ്നേഹം, എന്താണ് കൃപ, എന്താണ് കരുണ, എന്താണ് അനുസരണം, ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ, എന്താണ് നീതി എന്ന് മനസ്സിലാകണമെങ്കിൽ യു ഓൺലി നീഡ് ടു ലുക്ക് അറ്റ് മീ, ക്രിസ്തു പറയാം. പക്ഷെ ഇപ്പം ഞാൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ നീതി എവിടെ നിന്ന് വരും? ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. യേശുക്രിസ്തു ആയിരുന്നെങ്കിൽ ഇങ്ങനെയാകുമായിരുന്നു, അവൻ ഇങ്ങനെ പ്രസംഗിക്കുമായിരുന്നുള്ളൂ, അവൻ മനുഷ്യരുടെ പ്രസാദത്തിന് വേണ്ടി നിൽക്കുകയില്ലായിരുന്നു, അവൻ അവൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കാൻ മാത്രമേ നോക്കുമായിരുന്നുള്ളൂ. ഇത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് പറഞ്ഞു തരും. ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരുന്നതിനെയാണ് ഈ നീതിയുടെ വെളിപ്പാടെന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. അവൻ എന്ത് ചെയ്യുമായിരുന്നു? വാട്ട് വുഡ് ഹി ഹാവ് ഡൺ? വാട്ട് വുഡ് ജീസസ് ഡു? ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നീതി, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഈ നീതിയുടെ റെവലേഷൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നുകൊണ്ടേയിരിക്കണം, ഓൺ എ ഡെയിലി ബേസിസ്, ഓൺ എ മിനിറ്റ് ബൈ മിനിറ്റ് ബേസിസ്. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണെങ്കിൽ സെക്കൻഡ് ബൈ സെക്കൻഡ് ബേസിസ് ഐ നീഡ് ടു ഗെറ്റ് ഇറ്റ്. അതെനിക്ക് കിട്ടിയേ പറ്റുള്ളൂ. അതായത് അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പ്രയാസമാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആകെ ആശ്രയിക്കുന്നതിൽ മാത്രമാണ്. കാരണം ഞാൻ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരിക്കലും പ്രസംഗിക്കുന്നത്, എനിക്ക് ബൈബിൾ അല്ലാതെ വേറൊരു പുസ്തകം ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല. ഞാൻ ഇവിടുന്നോണ്ട് പറയുന്നൊരു കാര്യമുള്ളൂ, കർത്താവെ, എൻ്റെ ഒരു ബുദ്ധിയോ ജ്ഞാനമോ ഒന്നും വരാതെ അങ്ങ് എന്ത് വെളിപ്പെടുത്തിയോ അതിലേക്ക് കടക്കാൻ, എൻ്റെ സ്ഥാനത്ത് കർത്താവെ നീ സംസാരിക്കുമായിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്ന് അന്വേഷിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. പൂർണ്ണമായിട്ട് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല, ബട്ട് എൻ്റെ ഹൃദയത്തിന്റെ അന്വേഷണം അതാണ്. ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത് ആ ഒരു അന്വേഷണമാണ്. വാട്ട് വുഡ് ജീസസ് ഡു? എൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ മോശമാണ്, എൻ്റെ ഭർത്താവ് എന്നെ ഇടിക്കുകയാണ്, ഭാര്യ എന്നെ ചീത്ത പറയാണ്, വീട്ടിലാകെ കോലാഹലമാണ്, മക്കൾ പറഞ്ഞനുസരിക്കുന്നില്ല. ഉടനെ ചോദ്യം വരുവാണ് ഉള്ളിൽ, ആത്മാവ്, വിശ്വസിക്കുക, നീയല്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. പോയിന്റ് നമ്പർ 1, ഫസ്റ്റ് ചോദ്യമാണ്. ഫസ്റ്റ് ആത്മാവ് നമുക്ക് പറഞ്ഞു തരുന്നതാണ്, ഇറ്റ് ഈസ് നോ ലോങ്ങർ യു മൈ ചൈൽഡ്. നീ അല്ല ഇനി ജീവിക്കുന്നത്, നിന്റെ ഉള്ളിൽ ക്രിസ്തുവാണുള്ളത്. അടുത്ത ചോദ്യം ഇതാണ്, ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? വാട്ട് വുഡ് ജീസസ് ഡു? അപ്പൊ ഈ ചോദ്യങ്ങളിലൂടെ, ഈ ഒരു ഇൻസ്പിറേഷനിലൂടെ കർത്താവിന്റെ ആത്മാവ് നമ്മളെ വിശ്വാസ ജീവിതത്തിലേക്ക്, അതായത് അവിശ്വാസമില്ലാത്ത നീതിയെ അന്വേഷിക്കുന്ന ഒരു ലൈഫിലേക്ക് കർത്താവ് നമ്മളെ എത്തിക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഫെയ്ത്ത് ലൈഫ് എസെൻഷ്യലി ആസ്ക്സ് ദിസ് ക്വസ്റ്റ്യൻ, ആർ യു ലിവിങ് ബൈ സൈറ്റ് ഓർ ഫെയ്ത്ത്? ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും അവന്റെ സ്നേഹത്താൽ നമ്മളെ നിർബന്ധിക്കുന്നു, അവന്റെ മരണത്തിൽ പങ്കാളിയാവുക, അവന്റെ പുനരുത്ഥാനത്തിന്റെ സദൃശത്തിൽ ജീവിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫെയ്ത്ത് ലൈഫിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ക്രിസ്തുവാണ് നമ്മുടെ നീതി എന്ന് വന്നു കഴിയുമ്പോൾ, എവറി ടൈം ഇറ്റ് ഈസ് ക്രൈസ്റ്റ് ലിവിങ് ഇൻ അസ് ബൈ ഫെയ്ത്ത്. വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിനെയാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ഏകദേശം നമ്മൾ 4-ാമത്തെ ദിവസം ഒരു ഫൈനൽ നിർവചനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് ഗലാത്യർ 2:20 അടിസ്ഥാനത്തിലും യോഹന്നാന്റെ സുവിശേഷം 16:8-9 വാക്യങ്ങളുടെ 10 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലും നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, എഫെസ്യർ 3
17-ാം വാക്യത്തിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്ന നമുക്ക് പകരം, ഞാൻ മരിച്ചു ഇനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ. അതായത് കാഴ്ചയാനുള്ള ജീവിതത്തിന് പകരം വിശ്വാസത്താൽ ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ച് നമുക്ക് പകരക്കാരനായി മാറുന്നതിനെയാണ് ശരിക്കും ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, വീട്ടിലാണല്ലോ ഇരിക്കുന്നത് അല്ലെ, ഞാൻ ചർച്ചിൽ പ്രസംഗിച്ച ഓർമ്മയെ പറഞ്ഞു പോയതാണ്. നിങ്ങൾ ഈ പ്രസംഗം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ള ലൈഫിനെ നോക്കിയിട്ട് പറയാണ്, എന്താ പറയുന്നത്? ഞാൻ ജീവിക്കുന്നില്ല, ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അടുത്തത് അത് റിപ്പൻറ്റൻസ് ആണ്. ഞാൻ ജീവിക്കുന്നില്ല എന്ന് പറയുന്നതാണ് മാനസാന്തരം, ഐ ഡൈഡ്. ക്രിസ്തുവാണ് ജീവിക്കുന്നതെന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് അറ്റ് ദ സെയിം ടൈം. ഞാനല്ല, ക്രിസ്തു അത്രേ. ഞാനല്ല എന്ന് പറയുന്ന റിപ്പൻറ്റൻസും ക്രിസ്തു അത്രേ എന്ന് പറയുന്ന വിശ്വാസമാണ്. ഞാൻ അനുദിനം ഞാനല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കണ്ടിന്യൂസ്ലി ഐ അണ്ടർസ്റ്റാൻഡ് ഐ എം വർത്ത്ലെസ്. ഞാൻ അൺഫിറ്റ് ആണ്, എനിക്ക് ദൈവത്തിന്റെ ന്യായപ്രമാണങ്ങൾ പൂർത്തിയാക്കാനുള്ള ശക്തിയില്ല. ഐ അബാൻഡൻ മൈസെൽഫ് ആൻഡ് സേ ലോർഡ് ഇറ്റ്സ് യു. നീയാണ് ജീവിക്കുക. ഫെയ്ത്ത് ആണ്, ഞാനല്ല, ക്രിസ്തു അത്രേ. റിപ്പൻറ്റ് ആൻഡ് ബിലീവ്, റിപ്പൻറ്റ് ആൻഡ് ബിലീവ്, ഇതാണ് വിശ്വാസ ജീവിതം എന്ന് പറയുന്നത്. ഒരേ സമയത്ത് തന്നെ എന്നെ തള്ളിക്കളയും, ക്രിസ്തുവിനെ ഞാൻ എൻ്റെ കർത്താവും എൻ്റെ പകരക്കാരനും എൻ്റെ നീതിയുമായി അംഗീകരിക്കുകയാണ്. ഓക്കെ, ഇത് നമ്മുടെ ഈ വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയും, യേശുവിനെ കർത്താവെ അംഗീകരിക്കുക. ബട്ട് ദാറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്. ഈവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റിക്ക് പറ്റുന്ന ഒരു പറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോമെന്റിൽ അംഗീകരിച്ചിട്ട് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ ജീവിക്കാനുള്ളതാണ്. ദേ ഹാവ് നോട്ട് സീൻ ദ ഹോൾ പിക്ചർ. ലൈഫ് മുഴുവൻ ക്രൈസ്റ്റ് ബിക്കംസ് അവർ ലോർഡ്, ഹി ബിക്കംസ് അവർ ലൈഫ്. അവൻ നമ്മുടെ ജീവനായ ക്രിസ്തു. നേരത്തെ നമ്മൾ തന്നെയായിരുന്നു, എന്നിപ്പോൾ ജീവൻ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ലൈഫ് ക്രിസ്തുവായി മാറുകയാണ്. ദാറ്റ്സ് ഫെയ്ത്ത് ലൈഫ്. ഫെയ്ത്ത് ലൈഫ് ഈസ് ക്രൈസ്റ്റ് ലൈഫ്. ഓക്കെ, അത് എപ്പോഴും ഓർമ്മയിരിക്കണം, ഒരിക്കലും മറന്നു പോകാൻ പാടില്ല. ഫെയ്ത്ത് ലൈഫ് ഈസ് ക്രൈസ്റ്റ് ലൈഫ്. ഓരോ സമയത്തും വിശ്വാസത്തിലൂടെ ഞാൻ ക്രിസ്തുവിനെ നേടുവാൻ ആഞ്ഞുകൊണ്ടിരിക്കുക. അതാ പൗലോസ് പറയുന്നത്, കിട്ടാമോ എന്ന് വിചാരിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടാമോ എന്ന് വിചാരിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാക്കി തന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു ഫോർട്ട് കൊച്ചിയിലുള്ള ഒരു സ്ഥലത്ത് വർഷിപ്പിന് കൂടി വരുമായിരുന്നു ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ഞങ്ങൾക്ക് 3 കായൽ കഴിഞ്ഞിട്ട് വേണം ഈ ഫോർട്ട് കൊച്ചിയിലോട്ട് പോകാൻ. 3 ബ്രിഡ്ജ് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ചു, പണ്ട് കാലത്ത് ഈ ബ്രിഡ്ജൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ആൾക്കാർ എങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്? നീന്തുമായിരുന്നായിരിക്കും ചിലപ്പം, അല്ലെങ്കിൽ ബോട്ടിൽ പോകുമായിരുന്നായിരിക്കും. അപ്പൊ അതാണ് നമ്മുടെ കയ്യിലുള്ള അസറ്റ്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള അസറ്റ് വെച്ച് കഷ്ടപ്പെട്ട് ആദ്യത്തേത് നീന്തി, അല്ലെങ്കിൽ ബോട്ടിൽ പോയി, വള്ളത്തിൽ പോയി. അത് നമുക്ക് അത്ര ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അടുത്ത കായൽ കടന്നു പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ നന്നായി വന്നു. അവസാനം ഫോർട്ട് കൊച്ചിയിലെത്തി. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ കറക്റ്റ് വിശ്വാസത്തിലെത്തി. പിന്നെ കിടക്കുകയല്ലേ മഹാസമുദ്രം. വിശ്വാസത്തിലെത്തിയുള്ളൂ, ഇനി വിശ്വാസത്തിൽ ജീവിക്കണം. അങ്ങനെ മഹാസമുദ്രത്തിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്ന, കർത്താവെ തുടങ്ങിയിട്ടുള്ളൊരു പരിപാടി. മിക്കവാറും ആൾക്കാർക്ക് അവിടെ തീർന്നു, പിന്നെ അവിടെ വർഷിപ്പായിട്ടും കൂടിയാൽ മതി. അവിടെയാണ് നമ്മുടെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. ലൈഫ്, ഈ ഫെയ്ത്ത് ആൻഡ് റിപ്പൻറ്റൻസ് പറയുന്നത് ഒരു നിമിഷത്തേക്ക് സംഭവിക്കുന്ന കാര്യമല്ല. ദാറ്റ്സ് എ ലൈഫ് ലോങ് എക്സസൈസ്. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പറയാണ്, ഈ സമുദ്രം ഞാൻ എന്ത് ചെയ്യും? ഇത്രയൊക്കെ ഞാൻ എൻ്റെ ശക്തി കൊണ്ട് നീന്തി, ഇതിനപ്പുറത്ത് എത്താൻ എൻ്റെ ഈ ബോട്ട് കൊണ്ട് പറ്റുമോ? ഞാൻ കർത്താവെ ഞാൻ ഇത് ഞാൻ വിട്ടു. നീ എന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറം പോകും, ഇല്ലേ പോവില്ല. ഞാൻ കർത്താവെ ഞാൻ വിട്ടു. പൗലോസ് പറയാ, അവൻ എന്നെ പിടിച്ചിരിക്കുന്നത് കൊണ്ട്. അതാണ് എൻ്റെ രസം. ഞാൻ കർത്താവിനെ പിടിച്ചാൽ പോലും എനിക്ക് അപ്പുറത്ത് തരാൻ പറ്റും. അവൻ എന്നെ പിടിച്ചിരിക്കുന്നതുകൊണ്ട്. പൗലോസ് പറയാണ്, ഇത് ഒരു കൊച്ചിനെ എടുക്കുന്നവരാ, കർത്താവ് എന്നെ എടുത്തേക്കാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുക? കർത്താവിനെ വട്ടം പിടിക്കാൻ നോക്കുകയാണ്. ഇതാണ് നീതിയുടെ ആ നീതി എന്ന് പറയുന്നത്. എനിക്ക് ലഭിക്കുന്നത് അങ്ങനെയാണ്, അല്ലാതെ എൻ്റെ അധ്വാനമല്ലത്. കർത്താവ് എന്നെ എടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു കൊച്ചിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ കൊച്ചിനെ നമ്മളെ പിടിച്ചുകൊണ്ട് എത്ര നേരം വേണ്ടിയിരിക്കാം. എന്നാൽ കൊച്ചിനെ എടുത്തിട്ടില്ല, അവന്റെ തന്നെ അഭ്യാസമാണെങ്കിൽ ഈ കൈ ഇങ്ങനെ വെച്ചു കൊടുത്താൽ എത്ര നേരം അവന് തൂങ്ങി കിടക്കാൻ പറ്റും? അവൻ 5 മിനിറ്റ് കഴിയുമ്പോൾ അവൻ തളർന്നു പോകും, പറ്റില്ല. അപ്പൊ പൗലോസ് പറയാണ്, എൻ്റെ ആകെയുള്ള പ്രത്യാശ ഇത്, ഞാൻ പിടിച്ചിട്ടില്ല, എത്തുന്നില്ല, അത്ര ഭയങ്കര നീതിയാണ്. പക്ഷെ അവൻ എന്നെ പിടിച്ചിരിക്കുന്നു. ഒരു ഭയങ്കര
അവൻ എന്നെ പിടിച്ചിരിക്കുന്നു. ഇത് ദൈവത്തിന്റെ നീതിയിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു ആശ്വാസമാണ്. ഓക്കെ, അവന്റെ നീതി നമുക്ക് ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വലിയൊരു ആശ്വാസമാണ്. ഇത് എന്നാലല്ല, അവനാലാണ്. ഹി ഹാസ് കോട്ട് ഹോൾഡ് ഓഫ് മീ. അതുകൊണ്ട് ഞാൻ ഇത് പിടിക്കാൻ വേണ്ടി വട്ടത്തിൽ മാക്സിമം ശ്രമിക്കുകയാണ്. ഓക്കെ, കിട്ടിക്കഴിഞ്ഞെന്ന് വിചാരിക്കുന്നില്ല. അവൻ എന്നെ പിടിച്ചിരിക്കുന്നുണ്ട്, എനിക്കും അത് പിടിക്കാമോ എന്ന് വിചാരിച്ചുകൊണ്ട് ഓടുന്നതേ ഉള്ളൂ, സകലതിനെയും ഉപേക്ഷിച്ചിട്ട്. അതായത് ആ റിപ്പൻറ്റൻസിന്റെ ലെവലിൽ സകലതിനെയും വിട്ടിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഫെയ്ത്ത് ലൈഫിനെ സമീപിക്കുന്ന ആളുകൾ, നിങ്ങൾക്ക് വിശ്വാസ ജീവിതം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഇത് ഇത്രയും പേര് കേൾക്കുന്ന എത്ര പേർക്ക് ആഗ്രഹം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് കർത്താവ് നമ്മളെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ദൂരെ നിൽക്കുന്ന ഒരാൾക്ക്, ദൂരസ്ഥനായ ഒരാൾക്ക് ഒരിക്കലും യേശുവിന്റെ നീതിയെ ആഗ്രഹിക്കാൻ സാധിക്കില്ല. കാരണം സോ മച്ച് അഗെയിൻസ്റ്റ് അവർ ഫ്ലഷ്. നമ്മുടെ ജഡത്തിന് ഭയങ്കര എതിരാണ് കർത്താവിന്റെ നീതി എന്ന് പറയുന്നത്. നമ്മുടെ ജഡത്തിന് ഒരിക്കലും, നമ്മുടെ ബുദ്ധിക്കൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവിന്റെ നീതിക്ക് വേണ്ടിയുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് certain നമുക്ക് അവന്റെ ആത്മാവില്ലാതെ സാധിക്കില്ല. അവന്റെ നീതിയെക്കുറിച്ചുള്ള ആഗ്രഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇത് ഈ പ്രസംഗത്തിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ, ഒന്നാമത് വേണ്ട അഷുറൻസ് അത് ദൈവം നിങ്ങളെ പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ്. ദാറ്റ് മീൻസ് there is an assurance even if we are incapable, incapacitated, okay, we are weak. പക്ഷെ ഇത് ഞാൻ തളർന്നു പോവുകയോ നശിച്ചു പോവുകയോ ഇല്ല. I abandon myself and cling to the promises of the Lord. അതുകൊണ്ട് ഞാൻ ഒരിക്കലും തളർന്നു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്യുകയില്ല. ഞാൻ ക്രിസ്തുവിനെ നേടും. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഗെയിനിങ് ഹെവൻ, നിത്യജീവൻ നേടുന്നതിനെ കുറിച്ച് പോലും അല്ല. ഇറ്റ് ഈസ് അബൌട്ട് ഗെയിനിങ് ക്രൈസ്റ്റ്. അതാ പൗലോസ് പറയുന്നത്, ഫെയ്ത്ത് ലൈഫ് ഈസ് നോട്ട് അബൌട്ട് ഗോയിങ് ടു ഹെവൻ. ഇത് വേറൊരു തെറ്റിദ്ധാരണയാണ്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകാനുള്ള പരിപാടിയല്ല. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവിനെ നേടുന്നതിനുള്ള പരിപാടിയാണ്. ഇറ്റ് ഈസ് അബൌട്ട് ഗെയിനിങ് ക്രൈസ്റ്റ്. സ്വർഗത്തിൽ പോയാലും പോവാതിരിക്കില്ല, ഞാൻ പറഞ്ഞത് അതല്ല അതിന്റെ മെയിൻ ക്വസ്റ്റ്യൻ. ദ മെയിൻ ക്വസ്റ്റ്യൻ ഈസ് whether you get Christ or not, how much Christ you get. അതാണ് നിങ്ങൾ ചോദിക്കുക, കർത്താവ് ഇങ്ങനെ മച്ച് എന്ന് പറയാൻ വേണ്ടി തൂക്കി നോക്കാൻ പറ്റും? അതല്ല, ഹൗ മച്ച് ഓഫ് ഗോഡ്സ് ക്യാരക്ടർ, ക്രൈസ്റ്റ് ക്യാരക്ടർ ക്യാൻ യു ഗെറ്റ് ബൈ ഫെയ്ത്ത് എന്നുള്ളതാണ്. ഇത് ആണ് ശരിക്കും വിശ്വാസ ജീവിതത്തിന്റെ ആണിക്കല്ല്. that point of faith life, the pivotal point of faith life. അതാണ്, കർത്താവേ എനിക്ക് നിന്റെ നീതി വേണം. ആ ദാഹം തോന്നണമെങ്കിൽ നമ്മൾ കർത്താവിനാൽ പിടിക്കപ്പെട്ട ഒരാളായിരിക്കണം. നിങ്ങളുടെ ഉള്ളിൽ ആ ദാഹം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കാരണം അവിടെ പറഞ്ഞിരിക്കുന്നത്, നീതിക്ക് വേണ്ടി ആർക്കെല്ലാം വിശപ്പും ദാഹവും തോന്നുന്നുണ്ടോ അവരെല്ലാം തൃപ്തി വരുന്ന ആൾക്കാരാണ്. they will get satisfied. നിങ്ങൾ കർത്താവിന്റെ ചോദിക്കുക, കർത്താവേ നിന്റെ നീതി എനിക്ക് തരണമേ എന്നുള്ളൊരു നിലവിളി എൻ്റെ ഉള്ളിലുണ്ടായാൽ ഞാൻ തീർച്ചയായിട്ടും അത് കിട്ടുന്ന ആൾ തന്നെയാണ്. God will give that to you, because കരയുന്ന കൊച്ചി തീർച്ചയായിട്ടും കർത്താവിൽ നിന്ന് കരുണ പ്രാപിക്കാതെ പോവുകയില്ല. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏതു മനുഷ്യനും രക്ഷിക്കപ്പെടുമെന്നുള്ളത് അവൻ നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. അപ്പൊ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നീതി ലഭിക്കാതെ പോവുകയില്ല. ആ കരച്ചിൽ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി എക്സ്പീരിയൻസ് ദാറ്റ് റൈച്ചസ്നെസ്. ഓക്കെ, ഇതാണ് ആ വാഗ്ദത്തം, ഇതാണ് നീതി. എനിക്ക് തോന്നുന്നു യു അണ്ടർസ്റ്റുഡ് ദ കൺസെപ്റ്റ് ഓഫ് റൈച്ചസ്നെസ് ബൈ ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറയുന്ന ദൈവം മനുഷ്യനിലേക്ക് പണിയുന്ന ഒരു ബ്രിഡ്ജാണ്. അത് നമ്മൾ മറ്റേ വയറുവേദന മാറുന്ന വിശ്വാസം അങ്ങനെ ദൈവം പണിയുന്ന ബ്രിഡ്ജല്ല, അത് നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടായി വരുന്നത്. എന്നാൽ രക്ഷാകരമായ ഫെയ്ത്ത് എന്ന് പറയുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ പണിയുന്ന ഒരു ബ്രിഡ്ജാണ്. ആ വചനത്തിന്റെ കേൾവിയാലാണ് ആ ബ്രിഡ്ജ് പണിയപ്പെടുന്നത്. As much as you listen to the word of God, that bridge is built in you. ആ ബ്രിഡ്ജിലൂടെയാണ് നമ്മൾ ഈ അത്ഭുതത്തെ കാണുന്നത്, ക്രിസ്തുവിന്റെ ലൈഫ്. ദാറ്റ്സ് ദ ട്രഷർ. അവിടെ ഈ പുത്രത്വത്തെ കുറിച്ച് പറയുന്ന വാക്യം നമ്മൾ ഒന്നും കൂടെ വായിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പറയുന്നത്, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും സാക്ഷ്യം പറയുന്നു. ഓക്കെ, ആത്മാവിന്റെ ഒരു സാക്ഷ്യമുണ്ട്. അതിന്റെ പുറകെ പറയാണ്, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അപ്പൊ എന്താണ് ക്രിസ്തുവിന്റെ അവകാശം, മക്കൾക്കുള്ള അവകാശം? ഫെയ്ത്ത് ലൈഫിന്റെ ക്ലൈമാക്സ് എന്താണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞത് ക്രിസ്തുവിനെ നേടുക എന്നുള്ളതാണ് പറഞ്ഞത്. അതിവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാ നമുക്ക് നോക്കാം. നാം മക്കളെങ്കിലോ അവകാശികളാകുന്നു, ദൈവത്തിന് അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ.
നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന്, അതാണ് നമ്മുടെ അവകാശം എന്ന് പറയുന്നത്. വി ബിക്കം ലൈക്ക് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെയാണ് നമ്മൾ നേടുന്നത്. അപ്പോൾ ഒരു ദിവസം നമ്മൾ ക്രിസ്തുവിനെ പോലെ തേജസ്കരിക്കപ്പെടും. അവിടെ എഴുതിയിരിക്കുന്നത് നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. എന്താണ് ഈ കഷ്ടം എന്ന് പറയുന്ന സാധനം? പ്രിയ സഹോദരങ്ങളെ, വിശ്വാസ ജീവിതം മുഴുവൻ കഷ്ടമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, അയ്യോ വേണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞ ഒരു നമ്മുടെ ചർച്ച വന്നപ്പം ആദ്യത്തെ ദിവസം തന്നെ കഷ്ടം എന്ന വാക്കാ കേൾക്കുന്നത്, അതുകൊണ്ട് ഇനി വരുന്നില്ല. അപ്പോൾ എന്താണ് ഈ കഷ്ടം? കഷ്ടം എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതം മുഴുവൻ കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻ്റെ ജഡത്തെ ഉപേക്ഷിക്കൽ മുഴുവൻ കഷ്ടമല്ലേ? അല്ലേ? എൻ്റെ ആഗ്രഹങ്ങൾ മുഴുവൻ വേണ്ടാന്ന് ക്രൂശിൽ ഇല്ലാതായി പോകുന്നത് വേദനയല്ലേ? തീർച്ചയായിട്ടും വേദനയാണ്. നമ്മളെ വളരെ സ്നേഹിച്ച ബന്ധുക്കൾ അവർ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, കാരണം കർത്താവ് നമ്മളെ നിർബന്ധിക്കുന്നത്, അവൻ്റെ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നത് നമ്മുടെ ബന്ധുക്കളോ കുടുംബമോ പറയുന്നവരെ കേൾക്കാൻ വേണ്ടിയല്ല. അവൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അവൻ്റെ മുമ്പിൽ പിടയ്ക്കുകയാണ് അത് അങ്ങോട്ട് പോകാൻ വേണ്ടി. അന്നേരം ഈ ലോകത്ത് നമ്മുടെ പഴയ ലൈഫിലെ അസറ്റുകളെല്ലാം പൊളിഞ്ഞു പോകുന്നത് കഷ്ടമല്ലേ? കഷ്ടമാണ്. ഈ ലോകത്തിൽ പലതരത്തിലുള്ള കഷ്ടങ്ങൾ, അതായത് കഷ്ടം എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി വരുന്നൊരു കാര്യമാണ്. വെൻ യു ആർ ഫോളോയിങ് ദ ലോർഡ്, ദീസ് സഫറിങ്സ് ഫോളോ യു. അതെന്ത് സഫറിങ്സ് ആണ്? നമുക്ക് ക്രിസ്തുവിന് വേണ്ടി ലോകത്തെ നിഷേധിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഭയങ്കരമായ ഇമോഷണൽ പെയിൻ ഉണ്ടാവും. ഓക്കെ, ലോകത്തെ നിഷേധിക്കുമ്പോൾ, ബന്ധങ്ങളെ നിഷേധിക്കേണ്ടി വരുമ്പോൾ പെയിൻ ഉണ്ടാകാതിരിക്കത്തില്ല. ദാറ്റ്സ് പാർട്ട് ഓഫ് അവർ ലൈഫ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ലൈഫ് എന്ന് പറഞ്ഞ് നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുന്നവർ എന്നല്ലേ? നീതിമാൻ പ്രയാസേന രക്ഷപ്രാപിക്കുന്ന കഷ്ടിച്ചാണ് അപ്പുറത്ത് കിടക്കും. പക്ഷെ അതൊരു പാടുപെടൽ തന്നെയായിരിക്കും. ഈ പാടുപെടൽ എന്ന് പറയുന്നത് ഫെയ്ത്തിന്റെ ഭയങ്കരമായ പോരാട്ടമാണ്. വി വിൽ റീച്ച് ദ അതർ ഷോർ. നമുക്കതൊരു വിശ്വാസത്തിന്റെ വാഗ്ദത്തമാണ്. ഞാൻ എത്തുവോ കർത്താവേ, അങ്ങനെ ചോദിക്കുന്ന അവിശ്വാസമാണ്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. നമ്മൾ ആ ദൈവത്തിന്റെ പ്രവൃത്തിയിൽ വിശ്വസിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇത് നല്ല പ്രയാസങ്ങളുടെ ഒരു യാത്രയാണ്. കാരണം ഇത് പെർലെസ്, വെരി പെർലെസ് ജേണി. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരദേശി മോക്ഷയാത്ര എന്നുള്ള പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന പോലെ അവസാനം അവൻ എത്തുന്നുണ്ട്. പക്ഷെ ആ പോക്ക് ഒരു ഭയങ്കര പോക്ക് തന്നെയാണ്. ഇത് നമ്മുടെ ലൈഫിലെ ജീവിതകാലം മുഴുവൻ നിൽക്കുന്ന ഒരു പോരാട്ടമാണ്. ബട്ട് വി ആർ ഷുവർ, സിൻസ് ഹി ഈസ് ഹോൾഡിങ് മീ, ഐ ആം സർട്ടൻ ദാറ്റ് ഐ വിൽ റീച്ച് ദ ഷോർ. ഇതിനാണ് നമ്മൾ പ്രത്യാശ എന്ന് പറയുന്നത്. അതായത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയും പ്രത്യാശയുള്ളവരാകാൻ വേണ്ടിയും വിളിക്കപ്പെട്ടിരിക്കുന്നു. ഐ നോ ബിക്കോസ് ഹി ഈസ് ഹോൾഡിങ് മീ, ഐ വിൽ റീച്ച് ദ അതർ ഷോർ. അത് മാത്രമാണ് എൻ്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഇനി ഈ ഫെയ്ത്ത് ലൈഫിന്റെ റിച്ചസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ സബ്ജക്റ്റ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൊണ്ട് ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ സബ്ജക്റ്റ് ഒരിക്കലും ക്ലോസ് ആവില്ല. കാരണം ഇത് എല്ലാ മൊമെന്റിലും നമ്മൾ ജീവിക്കുന്ന എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമുക്ക് 100,000 ഇൻഫർമേഷൻസ് നമുക്ക് റേഡിയോയിലും ടി വിയിലൊക്കെ കിട്ടും, അല്ലെ ഡോക്ടറിനൽ ട്രൂത്ത്സ് ഏതെങ്കിലും സിസ്റ്റമാറ്റിക് തിയോളജിയുടെ പുസ്തകം എടുത്ത് വായിച്ചാൽ കിട്ടും. പക്ഷേ ഈ ഫെയ്ത്ത് ലൈഫ് എന്ന് പറയുന്ന സാധനം, ഇത് നമുക്കൊരു ഡെയിലി എക്സസൈസ് ആണ്. ഇത് നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഇത് ഇപ്പം വേണമെങ്കിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാതിരിക്കാം, ഓക്കെ, പക്ഷെ നമുക്ക് ഇല്ലാതിരിക്കാൻ പറ്റില്ല. ഇത് ഓരോ മൊമെന്റിലും വി വിൽ ഹാവ് ടു എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ ഇതൊരു ശ്വാസോച്ഛ്വാസം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് എന്താണ് ഈ ഫെയ്ത്ത് ലൈഫ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കലും കൺക്ലൂഡ് ആവുന്നില്ല. നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കിയെങ്കിൽ ഓക്കെ, ഈ ദൈവവചനം പുതിയ നിയമത്തിൽ ഏത് വചനവും നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. ദ ഹോൾ ബൈബിൾ വിൽ ബിക്കം വെരി സിമ്പിൾ ഫോർ യു. റോമാലേഖനം, ഗലാത്യലേഖനം എല്ലാവരും നോക്കുമ്പോൾ എന്തായി പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഫെയ്ത്ത് ലൈഫ്, ഓ ദാറ്റ്സ് വണ്ടർഫുൾ. ഇറ്റ്സ് ദ മോസ്റ്റ് വണ്ടർഫുൾ റെവലേഷൻ ഇൻ ദ ബൈബിൾ. ലോകത്തിൽ ഒരു മതത്തിനും പറയാൻ പറ്റാതിരുന്നൊരു കാര്യമാണ് ദൈവം പാപികളെ വിശ്വാസത്താൽ നീതീകരിച്ച് മക്കളെന്ന അവകാശത്തിലേക്ക് നടത്തിയിരിക്കുന്നു എന്നുള്ളത്. ഇറ്റ്സ് സംതിങ് ദാറ്റ് നോ അതർ റിലീജിയൻ കുഡ് സേ. ആ ഒരു ദൈവിക നീതിയുടെ വെളിപ്പാട് ലോകത്ത് ഒരിടത്തുമില്ല. ഇറ്റ്സ് ഓൺലി ദെയർ ഇൻ ദ ഗോസ്പൽസ് ഓഫ് ക്രൈസ്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഫെയ്ത്തിന്റെ സൽഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എന്താണ് ഈ ഫെയ്ത്ത്? വി ആർ ഗോയിങ് ടു സമ്മറൈസ് ദ ഹോൾ തിങ്സ്, എവറിത്തിങ് ദാറ്റ് വി ലേൺ. ഇത് സമ്മറൈസ് ചെയ്യുന്ന, ഏറ്റവും മനോഹരമായിട്ട് സമ്മറൈസ് ചെയ്യുന്ന 2 പത്രോസിന്റെ ലേഖനം. 2 പത്രോസ് ലേഖനത്തിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ഇത് വളരെ പ്രധാനമാണ്. നമുക്ക് ഈ പറഞ്ഞ പ്രസംഗങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. യേശുക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെയും നീതിയാൽ
നമുക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. അതായത് ഞങ്ങൾക്ക് ലഭിച്ച പോലെ ഈ അപ്പോസ്തലന്മാർക്ക് എന്ത് ഫെയ്ത്ത് കിട്ടിയോ അതേ ഫെയ്ത്ത് കിട്ടിയവർക്ക് എഴുതുന്നത്, അതേ ഫെയ്ത്ത് കിട്ടിയവർക്ക് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ വിശ്വാസം എന്ത് വിശ്വാസമായിരിക്കണം? ഈ പൗലോസും പത്രോസും ഒക്കെ എങ്ങനെയാണോ വിശ്വാസികളായിട്ട് ജീവിച്ചത് അതേ വിശ്വാസം ലഭിച്ചവർക്ക് മാത്രമേ ഈ പത്രോസിന്റെ ലേഖനം മനസ്സിലാവുകയുള്ളൂ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ വിശ്വാസം എങ്ങനെ ഉണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ നീതിയിൽ നിന്നുണ്ടായതാണ്. നീതിയുടെ വചനത്തിന്റെ കേൾവിയാൽ, സുവിശേഷത്തിന്റെ നീതിയുടെ വചനത്തിന്റെ കേൾവിയാൽ. അതെങ്ങനെ ഉണ്ടാവുന്നത്? വിശ്വാസത്താലാണ് നീതി എന്ന് നമ്മൾ ഇതുവരെ പറഞ്ഞു അല്ലെ, 4 ദിവസം പറഞ്ഞു. പക്ഷെ അതിന് വേറൊരു കൗണ്ടർ സൈഡ് ഉണ്ട്. നീതി വരുന്നത് വിശ്വാസത്താലാണ് എന്ന് പറയുന്ന പോലെ തന്നെ വിശ്വാസം വരുന്നത് നീതിയാലുമാണ്. അത് ചിന്തിക്കാൻ ഇത്തിരി പ്രയാസമായിരിക്കും. മലയാളം ബൈബിളിൽ റോമാലേഖനം 1:16-17 എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഏതിൽ? സുവിശേഷത്തിൽ. ദൈവത്തിന്റെ നീതി. അടുത്ത 2 വാക്കുകൾ എന്താണെന്നറിയോ? ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരും. അതായത് വിശ്വാസം ഹേതുവായി നീതി. അത് നമ്മൾ ഈ 3 ദിവസം പറഞ്ഞു, 4 ദിവസം പറഞ്ഞു. വിശ്വാസം ഹേതുവായി, വിശ്വാസത്തിലൂടെയുള്ള നീതി. എന്നിട്ട് പറയാണ് ഈ നീതി വെളിപ്പെട്ടു വന്നത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. അതായത് ടു ജനറേറ്റ് ഫെയ്ത്ത്. വിശ്വാസം നമ്മളിൽ ഉണ്ടാക്കാൻ വേണ്ടിയും കൂടെയാണ്. ഈ പല ബൈബിൾ ട്രാൻസ്ലേറ്റേഴ്സിന്, ഈ NIV പോലുള്ള ട്രാൻസ്ലേറ്റേഴ്സിന് ഈ ഗ്രാമർ മനസ്സിലായില്ല. മലയാളം ബൈബിളിൽ കൃത്യമായിട്ടാണ്. ഞാൻ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ നോക്കിയപ്പോൾ അതിൽ ഇതുപോലെ തന്നെ കൊടുത്തിരിക്കുന്നു. ഫ്രം എ റൈച്ചസ്നെസ് ഫ്രം ഫെയ്ത്ത് ഫോർ ഫെയ്ത്ത്. കിങ് ജെയിംസിൽ അങ്ങനെ തന്നെയാണ്. അതായത് ലിറ്ററൽ ട്രാൻസ്ലേഷനുള്ള ബൈബിളുകളിലെല്ലാം കൃത്യമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. അപ്പൊ വിശ്വാസം എങ്ങനെ ഉണ്ടാകുന്നത്? ബൈ ദ ലിസണിങ് ഓഫ് ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ നീതിയുടെ സുവിശേഷം കേൾക്കുമ്പോഴാണ്, ദൈവത്തിന്റെ നീതിയുടെ സുവിശേഷം കേൾക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകുന്നത്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, റിപ്പൻറ്റൻസ് ആൻഡ് ഫെയ്ത്ത് ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്, ഒരേ സമയത്താണ് വർക്ക് ചെയ്യുന്നത്. റിപ്പൻറ്റൻസ് ഇല്ലാതെ ഫെയ്ത്ത് ഇല്ല. ഇപ്പൊ എനിക്ക് റിപ്പൻറ്റൻസ് ഇല്ലെങ്കിൽ എനിക്ക് ഫെയ്ത്ത് ഇല്ല. ഓക്കെ, അതാണ് ഈ രക്ഷാകരമായ വിശ്വാസത്തിന്റെ പ്രത്യേകത. ഇപ്പൊ എൻ്റെ ഉള്ളിൽ റിപ്പൻറ്റൻസ് ഇല്ല, ഫെയ്ത്തും ഇല്ല. കാരണം ഞാനല്ല എന്ന് പറഞ്ഞാലേ ക്രിസ്തു അത്രേ എന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാനല്ല, ക്രിസ്തു അത്രേ. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കിയേ, യേശു ക്രിസ്തുവിന്റെ നീതിയുടെ സുവിശേഷം കേൾക്കുന്നത് പോലെ നമുക്ക് നമ്മുടെ പ്രവൃത്തിയാലുള്ളത് മതിയായിരുന്നു. ആ സമയത്ത് നമ്മൾ എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്നത് ഓക്കെ ചെയ്യാം, ഓക്കെ മീശ പഠിച്ചാൽ പോരെ, ചെയ്യാം, വെള്ള മാസ്ക് വെക്കണമെന്നല്ലേ ഉള്ളൂ, ചെയ്തേക്കാം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു. അല്ലെങ്കിൽ ആഭരണം ഊരിയാൽ മതിയല്ലോ, ഓക്കെ ഇതാ ഊരിയിരിക്കുന്നു, അത്രയും മതിയായിരുന്നു. മഹാത്മാഗാന്ധിയെ പോലെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അങ്ങ് പോയാൽ മതിയായിരുന്നു. ചേസിനെ പോലെ ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോയാൽ മതി. ഇങ്ങനെ പോയാൽ എന്തായി തീരുന്നുള്ള വേറെ കാര്യം. ഏതെങ്കിലും ഒരാളെ നിങ്ങൾ അനുഗമിക്കാൻ പറഞ്ഞ് നീതിയാണ്, ഇതാണ് നീതി എന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒന്ന് പ്രസംഗിക്കാൻ വിചാരിച്ചോ? എല്ലാം പ്രവൃത്തിയാണ്. അതുകൊണ്ടാണ് ഇന്ന് പെന്തക്കോസിൽ വിശ്വാസത്തിന്റെ നീതി പ്രസംഗിക്കാത്തതിന് കാരണം എന്നറിയോ? സ്റ്റേജ് വരുന്നവരെല്ലാം അവർ നീതിമാന്മാരായിട്ടാണ് വരുന്നത്. അതുപോലെ ആകാൻ നമ്മൾ പ്രവർത്തിച്ചാലേ പറ്റുള്ളൂ. പ്രവർത്തിയാലുള്ള നീതിയായിട്ട് മാറി. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കിയേ, ഈ ഇങ്ങനെ മിഷണറിമാരുടെ ചരിത്രം നമ്മൾ പലപ്പോഴും പണ്ട് പിള്ളേരെ കേൾപ്പിക്കുമായിരുന്നു. ഇന്ന് കേൾപ്പിക്കരുത്. ഇന്ന് കേൾപ്പിച്ച് ഇനി അവരെങ്ങാനും മിഷണറി പാനായി പോകുന്നൊരു പേടിയുണ്ട്. പണ്ട് അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പൊ പണ്ട് ഈ മിഷണറിമാരുടെ കഥ കേൾപ്പിക്കുമ്പം അവർ പറയും അങ്ങനെ ആകണോടാ എന്ന് പറയാറുണ്ട്. നമ്മളൊക്കെ അങ്ങനെ കർത്താവിന് വേണ്ടി പോകണം, ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി. പ്രവർത്തിയാ അല്ലെ? മിഷണറിയെ പോലെ ആവുക എന്ന് പറഞ്ഞാൽ പ്രവർത്തിയാ. ക്രിസ്തുവിനെ പോലെ ആവുക എന്ന് പറഞ്ഞാലോ? എടാ രാവിലെ എഴുന്നേറ്റ് പിള്ളേർ എടാ എല്ലാവരും ക്രിസ്തുവിനെ പോലെ ആയിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് 2 ചോദ്യം ചോദിക്കല്ലേ, പപ്പ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനെ പോലാണോ? അല്ല, പ്രശ്നമാണ്. അപ്പൊ അവിടെ ഞാൻ പറയണം ഫെയ്ത്ത്, വിശ്വാസത മാത്രം. ഇപ്പൊ ക്രിസ്തുവിന്റെ നീതിയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുമ്പോഴേ നമുക്കറിയാം നമ്മുടെ കപ്പാസിറ്റി അല്ല, ഇത് എന്നെ കൊണ്ട് പറ്റില്ല. ഉടനെ എൻ്റെ ഉള്ളിൽ വരുവാണ് നിലവിളി, അയ്യോ കർത്താവേ ഞാൻ അയോഗ്യനാണ്, എന്നെ കൊണ്ട് പറ്റില്ല, ഈ സൂചിക്കോടിലൂടെ ഞാൻ എങ്ങനെ കടക്കും? വേറെ ഏത് നീതിയാണെങ്കിലും ഞാൻ ട്രൈ ചെയ്യാമായിരുന്നു. മനുഷ്യന്റെ നീതിയുടെ ഏത് ഫോർമിലാണ്? ശരീരം ചുടാൻ ഏൽപ്പിച്ചാൽ മതിയായിരുന്നോ? കിഡ്നി കൊടുത്താൽ മതിയായിരുന്നോ? അല്ലെങ്കിൽ ഞാൻ എന്താ പറയുന്നത്, എന്റെ സ്വത്തെല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് വന്നാൽ മതിയായിരുന്നോ? ഒന്നും കൊണ്ട് നടക്കില്ല. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുമായിരുന്നു എങ്ങനെയെങ്കിലും. പക്ഷെ അതൊന്നും പറ്റത്തില്ല. ക്രിസ്തു ഉള്ളിൽ വെളിപ്പെട്ടു വരുന്നു.
ഇത് വരുമ്പോഴാണ് ക്രിസ്തുവിന്റെ റൈച്ചസ്നെസ് ഞാൻ കേൾക്കുമ്പോൾ, അതാണ് പത്രോസ് പറയുന്നത്, ക്രിസ്തുവിന്റെ നീതിയാൽ. അത് കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ ആ ചങ്കിടിപ്പ്, ആ എന്താ പറയുന്നത്, ഹാർട്ട് ബീറ്റ് നിന്ന് പോകുന്ന ഒരവസ്ഥ. കർത്താവേ, ഞാൻ പോക്കായല്ലോ, എൻ്റെ എഫേർട്ട് കൊണ്ട് ഒന്നും നടക്കൂലല്ലോ, ദൈവത്തിന്റെ രാജ്യം എന്നിൽ നിന്ന് ഒത്തിരി ദൂരെയാണല്ലോ എന്നെൻ്റെ ഉള്ളിലേക്ക് വരുന്ന ആ തകർക്കുന്ന, നമ്മുടെ അസറ്റുകളെല്ലാം നിസ്സാരമാക്കി കളയുന്ന, നമ്മുടെ അധ്വാനങ്ങളെല്ലാം നിസ്സാരമാക്കി കളയുന്ന ഒരു മോമെന്റ് ഉണ്ട്, ഒരു ക്രൈസിസ് മോമെന്റ്. അവിടെ വന്നിട്ട് ഞാൻ പറയാണ്, കർത്താവേ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ പോക്കാണ്, എന്നെ രക്ഷിക്കണേ എന്നൊരു നിലവിളി. അത് റിപ്പൻറ്റൻസ് ആണ്. ആ രക്ഷിക്കണേ എന്നുള്ള നിലവിളി തന്നെയാണ് ദൈവം പറയുന്നത്, അവനെ വിളിച്ചപേക്ഷിക്കുന്ന ആരും നശിച്ചു പോവുകയില്ല, പുത്രനെ വിശ്വസിക്കുന്ന ആരും. അപ്പൊ ആ നീതിയുടെ റെവലേഷനിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്, ഈ വിശ്വാസം ഉണ്ടാകുന്നത്. ആ വിശ്വാസം ഉള്ളിൽ ഉണ്ടായാൽ ആ നീതിയും കൂടെ നമുക്കിങ്ങ് വരികയാണ്. ആ ഫെയ്ത്തിലൂടെയാണ് ആ നീതി ലഭിക്കുന്നത്. അതായത് സുവിശേഷത്തിലെ നീതിയുടെ പ്രസംഗം നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിലേക്ക് ദൈവം വിശ്വാസം എന്ന ബ്രിഡ്ജ് ഉണ്ടാക്കുന്നു. നമ്മൾ ആ ബ്രിഡ്ജിലൂടെ കയറിപ്പോയി ക്രിസ്തുവിനെ പോലെ രൂപാന്തരപ്പെടുന്നു. ദിസ് ഈസ് ഫെയ്ത്ത് ലൈഫ്. ഫെയ്ത്ത് ഈസ് ഓൾ അബൌട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ സംബന്ധിക്കുന്നത് മാത്രമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ ക്രിസ്തു ജീവിച്ച ജീവിതം അതുപോലെ ഉണ്ട്. ഇറ്റ്സ് എ പാക്കേജ്. നിങ്ങൾക്ക് എഫേസ്യ ലേഖനം, പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ ബാക്കി ഭാഗങ്ങൾ വായിക്കുമ്പോൾ ജീവനും ഭക്തിക്കുമുള്ളത്, ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ, അതായത് യേശു ജീവിച്ച പോലെ ജീവിക്കാൻ വേണ്ടി ആ ജീവനും ഭക്തിക്കുമുള്ളത് എല്ലാം നൽകിയിട്ടുണ്ട്. വി ലീവ് റിയലി റിച്ച് ലൈഫ്സ് ഇൻ ക്രൈസ്റ്റ്, ഇൻ ഫെയ്ത്ത്. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വളരെയധികം ആഴമുള്ള, ധനമുള്ള, നമ്മളെ ശക്തരാക്കുന്ന, ഏത് കഷ്ടതയുടെ നടുവിലും ക്രിസ്തു എനിക്ക് പകരക്കാരനായി വരുന്ന, ഏത് ഉപദ്രവങ്ങളുടെയും പിണക്കങ്ങളുടെയും തള്ളിക്കളയലുകളുടെ നടുവിലും ക്രിസ്തു എനിക്ക് രാജാവായി വരുന്ന ഒരു ഫെയ്ത്താണ്. ഈ ഫെയ്ത്ത് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വളരട്ടെ. നമുക്ക് പരസ്പരം ഈ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി പ്രബോധിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും അന്ത്യനാൾ വരെ നമ്മൾ അത്യധ്വാനം ചെയ്യുകയും ചെയ്യാൻ ദൈവം നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ. നിങ്ങളുടെ അടുത്തിരിക്കുന്നവർക്ക്, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് ഈ വിശ്വാസം ഉണ്ടാകുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിന്റെ ആ ഒരു മർമ്മം വെളിപ്പെട്ട് വരുന്നുണ്ടോ? അതോ ഇപ്പോഴും മാനസികമായ അവസ്ഥയിൽ ഇരിക്കുകയാണോ? ഓക്കെ, ഇതെല്ലാം നമുക്ക് ഉള്ളിൽ ഒരു ഭാരമായി, മറ്റുള്ള സഹോദരങ്ങളുടെ, പൗലോസിന് തോന്നിയ പോലെ ഒരു ഭാരം മറ്റു സഹോദരങ്ങളെ കുറിച്ചും തോന്നുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.